കേരള ലോ എൻട്രൻസ് എക്സാം 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കൊല്ലത്തെ എക്സാം ഇതിന് മുന്നത്തെ എക്സാമോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഈ കൊല്ലത്തെ 2024 എക്സാം എന്ന് പറയുന്നത്. ഈ എക്സാമില് കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളതാണ് ഒരുപാട് പേർക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്. കട്ട് ഓഫിനെ പറ്റി ഒന്നും തന്നെ മെന്റേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നില്ല, മറ്റൊന്നും കൊണ്ടല്ല. അങ്ങനെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് പാനിക് അത് ക്രിയേറ്റ് ചെയ്യും. പിന്നെ നമ്മൾ അങ്ങനെ പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഡിജിറ്റോ നമ്പറോ ഒന്നും നമുക്ക് മുൻകൂട്ടി ഗസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അതിന് പകരം ഈ അനാലിസിസിൽ ഓരോ ഏരിയയും എത്രത്തോളം ഡിഫിക്കൽട്ട് ആയിരുന്നു, അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് സ്കിപ്പബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഇന്റലിജന്റ് ഗസ് മേക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഡിസ്കഷനിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2024 കേരള ലോ എൻട്രൻസ് എക്സാമിൻ്റെ 5 ഇയർ LLBയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് ഏറ്റവും സിമ്പിളായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒരു എൻട്രൻസ് പെർസ്പെക്റ്റീവിൽ ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. നമ്മളൊരു പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏരിയയിൽ നിന്ന്, പ്രസിഡന്റിൻ്റെ ഏരിയയിൽ നിന്ന്, വൈസ് പ്രസിഡന്റ് ഏരിയയിൽ നിന്ന്, അങ്ങനെ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അല്ലാത്ത ചില മേഖലകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 84th ക്വസ്റ്റ്യനിലാണ്. അതായത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നുള്ളതാണ്. എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ആയിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് ഓപ്ഷൻസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ അറിയാവുന്ന ഉത്തരവാണ്. ആൻസർ 26 ജാനുവരി 1950 ആണ്. സോ അതായിരുന്നു ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ. 85th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ഓഫ് ദ യൂണിയൻ ഈസ് എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ഓഫ് ദ യൂണിയന്റെ ഹെഡ് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, സ്പീക്കർ ഓഫ് ദി ലോക്സഭയുണ്ട്, പ്രസിഡന്റ് ഉണ്ട്, ചീഫ് ഓഫ് ആർമി ഉണ്ട്. ഇതിന്റെ ആൻസർ പ്രസിഡന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദി എക്സിക്യൂട്ടീവ് ഓഫ് ദി യൂണിയൻ എന്ന് പറയുന്നത്. 86th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 79 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ കൗൺസിൽ ഓഫ് ദി പാർലമെന്റ് ഓഫ് ദി യൂണിയൻ എന്ന് പറയുന്നത് ആരൊക്കെയുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ 79 എന്താണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അടുത്ത ക്വസ്റ്റ്യൻ, ഉദ്ദേശിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് ദി പാർലമെന്റ് ഓഫ് ദി യൂണിയൻ എന്ന് പറയുന്നതിൽ ആരൊക്കെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ആൻസറിൽ ഏതാണുള്ളത് നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്നുണ്ട് പ്രസിഡന്റ് ആൻഡ് അതർ 2 ഹൗസസ്, അതായത് രാജ്യസഭയും ലോക്സഭയും എന്ന്. ഓപ്ഷൻ ബിയിൽ പറയുന്നുണ്ട് 2 ഹൗസസ് മാത്രമേ ഉള്ളൂ, രാജ്യസഭയും ലോക്സഭയും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സിയിൽ പറയുന്നുണ്ട് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററുമാണെന്ന്. ഓപ്ഷൻ ഡിയിൽ പറയുന്നുണ്ട് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. സോ പാർലമെന്റ് എന്ന് പറയുമ്പോൾ പ്രസിഡന്റും ലോക്സഭയും രാജ്യസഭയും ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 87th ക്വസ്റ്റ്യൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ മേഖലയിലെ 4th ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ എന്തുമായി ഡിസ്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഷെഡ്യൂൾസും എങ്ങനെയാണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. സോ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചാണ്? സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ആൻസർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓപ്ഷൻ എയിൽ പറയുന്നത് പ്രൈം മിനിസ്റ്ററിന്റെ സാലറിയെ കുറിച്ചാണ് എന്നാണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നുണ്ട് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഓപ്ഷൻ സിയിൽ സാലറി ഓഫ് പ്രസിഡന്റ് ആണ്. ഓപ്ഷൻ ഡിയിൽ ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ് ആണ്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 88th ക്വസ്റ്റ്യൻ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ്, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ഏജ് എത്രയാണ്, എത്ര ഏജ് കഴിഞ്ഞാലാണ് ഒരാളെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിന്റെ ക്വാളിഫിക്കേഷൻ എന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എയിൽ 35, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 55 ആൻഡ് ഓപ്ഷൻ ഡി 25 ആണ് പറയുന്നത്. അതിൻ്റെ ആൻസർ നമുക്കറിയാവുന്നതാണ് 35 ആണ്. സോ നമ്മൾ 84 to 88, 84, 85, 86, 87, 88 ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഏകദേശം പ്രസിഡന്റ് ഏരിയ
ഡിയിൽ നിന്ന് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 5-ൽ ഏകദേശം എല്ലാവർക്കും ഒരു 5 ക്വസ്റ്റ്യനിൽ 5 എണ്ണത്തിനും ആൻസർ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരിക്കും. ഇനി അടുത്ത സെറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഫോക്കസ് ചെയ്യണം, ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? വൈസ് പ്രസിഡന്റ് ഈസ് എലക്റ്റഡ് ബൈ ബോത്ത് ദ ഹൗസസ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് പറയുന്നുണ്ട് വൈസ് പ്രസിഡന്റ് ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് 5 years വരെയാണ്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് തേർഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈസ് പ്രസിഡന്റിന്റെ നമ്മൾ പഠിക്കുമ്പോൾ ഒപ്പം പഠിക്കുന്ന ഒരു ലൈനാണിത്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. അപ്പോൾ ഈ 3 ആൻസേഴ്സും എന്താണ്? ട്രൂ ആണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ ഡിയിൽ പറയുന്നുണ്ട് വൈസ് പ്രസിഡന്റ് ഹാസ് റൈറ്റ് ടു വോട്ട് ഇൻ രാജ്യസഭ. രാജ്യസഭയിൽ വൈസ് പ്രസിഡന്റിന് ശരിക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. സോ ഓപ്ഷൻ ഡി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ഏകദേശം ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതെല്ലാം ശ്രദ്ധിച്ചിട്ടുള്ള നന്നായി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസറാണ് 89th ക്വസ്റ്റ്യൻ. അടുത്തത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഷുഡ് ബി എ മെമ്പർ ഓഫ്. ഇത് നമുക്കറിയാവുന്നതാണ്, എന്നാൽ കുറച്ച് ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് കൂടി ഉണ്ട്. അതായത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എവിടെയുള്ള മെമ്പർ ആയിരിക്കണം? ലോക്സഭ, രാജ്യസഭ, പിന്നെ പറയുന്നുണ്ട് ലോക്സഭ ഓർ രാജ്യസഭ ഓർ എ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ലോക്സഭയിലെ മെമ്പർ ആയിരിക്കണം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരും. പക്ഷെ നമ്മൾ ക്ലാസ്സിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ആൾ ഐദർ ലോക്സഭയിലെയോ അല്ലെങ്കിൽ രാജ്യസഭയിലെയോ MP ആയാൽ മതി എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏകദേശം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് എഴുതാൻ കഴിയുന്ന ആൻസേഴ്സ് ആണ്. അടുത്തത് ഒരു ടേമിന്റെ മീനിങ് ആണ് ചോദിക്കുന്നത്. റിപ്പഗ്നൻസി അറൈസസ്. എപ്പോഴാണ് ഒരു റിപ്പഗ്നൻസി വരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെൻ 2 laws ആർ ഐഡന്റിക്കൽ. ഒരേപോലെയുള്ള നിയമങ്ങളാവുമ്പോഴാണോ? വെൻ ദ ജഡ്ജ്മെന്റ്സ് ഓഫ് 2 judges. ജഡ്ജ്മെന്റുകൾ 2 ജഡ്ജുകളുടെ ജഡ്ജ്മെന്റുകൾ കോൺട്രറി ആവുമ്പോഴാണോ? പ്രൊവിഷൻ ഓഫ് 2 laws കോൺട്രറി ആവുമ്പോഴാണോ? ജഡ്ജ്മെന്റ് ഡിലേ ആവുമ്പോഴാണോ എന്നുള്ളതാണ്. റിപ്പഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ്? 2 രീതിയിലുള്ള 2 laws കോൺട്രറി ആവുമ്പോഴാണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെയുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദെൻ 92-ൽ വീണ്ടും പറയുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. ഇത് ഏകദേശം എല്ലാവരും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് സുപ്രീം കോർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ എന്നുള്ളതാണ്. അത് നമുക്ക് കറക്റ്റ് ആണെന്നറിയാം. ബി പറയുന്നത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആണ് ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്നുള്ളതാണ്. അത് നമുക്ക് കറക്റ്റ് ആണെന്ന് അറിയാം. ഓപ്ഷൻ സി പറയുന്നത് സുപ്രീം കോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലാണെന്നാണ്. അതും കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. സോ ഓപ്ഷൻ ഡി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് സുപ്രീം കോർട്ടിന് മുംബൈയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഓൾമോസ്റ്റ് എഴുതിയിട്ടുള്ള ഒരു 90% ആളുകളും കറക്റ്റ് ആക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഇന്ത്യൻ ഹൈക്കോടതി ജഡ്ജസ് റിമെയിൻ ഇൻ ഓഫീസ് ടിൽ ദ ഏജ് ഓഫ്. എത്ര വയസ്സ് വരെയാണ് ഹൈക്കോടതി ജഡ്ജസ് ഉണ്ടാവുന്നത്? അവരുടെ റിട്ടയർമെന്റ് ഏജ് എത്രയാണ് എന്നുള്ളതാണ്. അത് നമുക്കറിയാം. ഓപ്ഷൻ സി 62 ആണ്. നമ്മൾ സുപ്രീം കോർട്ടിലെയും ഹൈക്കോടതിയിലെയും റിട്ടയർമെന്റ് ഏജ് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഹൈക്കോടതിയിൽ 62 ആണെന്ന്. സോ 93rd 62 ആണ് ആൻസർ. ദെൻ 94th ക്വസ്റ്റ്യൻ CAG ആയി ബന്ധപ്പെട്ടതാണ്. നമ്മൾ പോളിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ CAG കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇവിടെ അത്രയും വൈഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. CAG എന്ന് പറയുന്ന പോസ്റ്റ്, ദാറ്റ് ഇസ് എ പോസ്റ്റ് ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ക്രിയേറ്റഡ് ബൈ, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻ ആണോ, യൂണിയൻ ഗവൺമെന്റ് ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ, ഡിസ്ട്രിക്ട് കളക്ടർ ആണോ എന്നുള്ളതാണ്. CAG എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായിട്ട് CAGയുടെ പവറും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ദ പോസ്റ്റ് ഓഫ് CAG ഈസ് ക്രിയേറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 1947, 1950, 1949, 1951 എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 1950-ലാണ് വന്നിട്ടുള്ളത്. സോ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ.
നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇതും എഴുതിയിട്ടുള്ള അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും ഒരു 90% ആളുകളും കറക്റ്റായിട്ട് ആൻസർ കണ്ടുപിടിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. എക്സാമിനേഷൻസ് ഫോർ അപ്പോയിൻമെന്റ് ടു വേരിയസ് സിവിൽ സർവീസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ സിവിൽ സർവീസ് ജോലികളിലോട്ടുള്ള അപ്പോയിൻമെന്റ് നടത്തുന്ന ബോഡി ഏതാണ്? ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാം, അത് UPSC ആണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, UPSC ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ. അപ്പോൾ പല രീതിയിലുള്ള നാഷണൽ കമ്മീഷൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നമ്മൾ കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അപ്പോൾ ആ ഒരു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിലെ ചെയർപേഴ്സണിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അടുത്തതും അതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു ഏരിയ പോലെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നെയിംസ് ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ക്യാൻ ബി ആൾട്ടേർഡ് ബൈ. ഓരോ സ്റ്റേറ്റുകളുടെയും പേരുകൾ എപ്പോഴാണ് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസിൽ പറയുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് മാറ്റുന്നത്, പാർലമെന്റ് ആണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്, പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ളതാണ്. പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടാണ് സ്റ്റേറ്റ്സിന്റെ നെയിംസ് മാറ്റുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെയുള്ള കറക്റ്റ് ആൻസർ. പിന്നെ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് ആയിട്ട് പഠിക്കുന്ന ഒരു കേസ് ലോ ഉണ്ട്, അതാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസിന്റെ ജഡ്ജ്മെന്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ജഡ്ജ്മെന്റിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അസേർട്ടഡ് ഇറ്റ്സ് റൈറ്റ്സ്. ഇവിടെ സുപ്രീം കോർട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഏത് റൈറ്റിലോട്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ടു സ്ട്രൈക്ക് ഡൗൺ അമെൻഡ്മെന്റ്സ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ജഡ്ജ്മെന്റിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിലാണ് പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻഡ്മെന്റും അതിൽ അമെൻഡ്മെന്റ് വരുത്തേണ്ടത് എപ്പോഴാണ്, ഏതൊക്കെ ഭാഗത്താണ് വരുത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഏകദേശം എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 100th ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അപ്പോൾ 84 to 100 നമുക്ക് നോക്കുമ്പോൾ വളരെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് നിലവിലുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, CAG പോലെയുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏരിയകളിൽ നിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. 100th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതല്ല, കുറച്ചുകൂടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള GK ആണ് ചോദിച്ചിരിക്കുന്നത്. ഹു വാസ് ദ ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഫസ്റ്റ് CJI ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് HA ഖനിയയാണ്. ഇവിടെ ഒന്നുകൂടെ HA ഖനിയ എന്ന് പഠിച്ച ആളുകൾ ഉണ്ടായിരിക്കും, ഒന്നുകൂടെ ആ ഒരു പേര് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ഹരിലാൽ J ഖനിയ എന്നുള്ളതാണ് ആൻസർ. സോ 100th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 103rd ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഹൈക്കോർട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ എത്ര ഹൈക്കോർട്സ് ആണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ നമുക്ക് കോടതികളെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടിലെ ജഡ്ജിന്റെ റിട്ടയർമെന്റ് ഏജ്, അതുപോലെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എത്ര ഹൈക്കോർട്ടുകളാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 25 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് 105th ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഇത്രയും നേരം ചോദിച്ച ക്വസ്റ്റ്യനിൽ നിന്നും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രസിഡന്റ് അങ്ങനെയുള്ള ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് നമുക്കറിയാം സർവീസ് മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ട്രൈബ്യൂണലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സർവീസ് മാറ്റേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ആർട്ടിക്കിൾ 323A പ്രകാരമാണ് CAT സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസിഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ കുഡ് ബി ചലഞ്ചഡ്. എങ്ങനെയാണ് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പാസ്സാക്കുന്ന ഒരു ജഡ്ജ്മെന്റിനെ അല്ലെങ്കിൽ അവരുടെ ഡിസിഷനെ നമ്മൾ എങ്ങനെയാണ് ചലഞ്ച് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈക്കോർട്ടിലാണ് നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത്. അത് റിട്ട് പെറ്റീഷൻ വഴിയാണ് ചലഞ്ച് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷനിൽ 84 to 106 ആൻസർ ചെയ്ത ആളുകൾക്ക് ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടഫായി തോന്നിയിട്ടുണ്ടാവുന്ന ക്വസ്റ്റ്യൻ CAT ബന്ധപ്പെട്ടുള്ളതായിരുന്നു. പക്ഷേ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെ പേർപ്പസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മളുടെ ഒരു ഇത്രയും പഠിച്ച കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും
ഹൈക്കോർട്ടിലായിരിക്കും അതിൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളത്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഏരിയയിൽ പിന്നെയും കുറച്ച് ആളുകൾ അറ്റൻഡ് ചെയ്യാൻ ചാൻസ് കുറവുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 2 ക്വസ്റ്റ്യൻ ആണ്. അടുത്തതാണ് 108th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ പ്രൊവൈഡഡ് ടു ദ സിറ്റിസൺസ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന റൈറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റൈറ്റ് ആണ് എന്നുള്ളതാണ്. അത് ട്രൂ ആണ് എന്ന് നമുക്കറിയാം. അടുത്തതാണ് ഓപ്ഷൻ 2. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഗ്യാരണ്ടീസ് 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉത്തരം അതല്ല, 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. പണ്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. 44th അമെൻമെന്റ് വഴി അത് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്, ഓപ്ഷൻ 2 ഫാൾസ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏത് ആൻസറാണ് നമ്മൾ എടുക്കേണ്ടത്? എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൺലി 1 is true. 1 മാത്രമാണ് ട്രൂ ആയിട്ടുള്ളത്. അടുത്തതാണ് 110th ക്വസ്റ്റ്യൻ. 110th ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഇതുപോലത്തെ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ലോക്സഭ ഓഫ് ഇന്ത്യൻ പാർലമെന്റ് ഡിവൈഡ്സ് ഇറ്റ്സ് വർക്ക് ഇൻ ടു 3 സെഷൻസ് ഇൻ എ ഇയർ. ലോക്സഭയിൽ അതിന്റെ വർക്കുകൾ 3 സെഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് പറയുന്നത് GV മാവ്ലങ്കർ ആയിരുന്നു ഫസ്റ്റ് സ്പീക്കർ ഓഫ് ഇന്ത്യൻ ലോക്സഭ. അപ്പോൾ നിങ്ങൾ GK-ലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ലോക്സഭയുടെ ഫസ്റ്റ് സ്പീക്കർ ആരായിരുന്നു? GV മാവ്ലങ്കർ ആയിരുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ 1ഉം 2ഉം കറക്റ്റ് ആണ്. സോ ബോത്ത് 1 and 2 are true എന്നുള്ളതാണ് ആൻസർ. അത് പറയുന്നത് ഓപ്ഷൻ സിയിലാണ്. അടുത്തതായിട്ട് 111th ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സിമിലർ പാറ്റേൺ ആണ്. ഈ ഒരു 109 മുതൽ ആ ഒരു പാറ്റേൺ ആണ്. 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് റോങ് എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് മെമ്പർ ഓഫ് ദ ലോക്സഭ ഷുഡ് ബി മെന്റലി സൗണ്ട്. ഒരു MP എന്ന് പറയുന്ന ആൾ മെന്റലി സൗണ്ടഡ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് MP ഷുഡ് നോട്ട് ബി എ ബാങ്ക്രപ്റ്റ്. ഒരു MP ഒരിക്കലും എന്താവരുത്? ബാങ്ക്രപ്റ്റ് ആവരുത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 1 and 2 ആർ ട്രൂ എന്നുള്ളതാണ് ഇവിടെയുള്ള ഓപ്ഷൻ. കാരണം ഒരു MP എപ്പോഴും ഇങ്ങനെയുള്ള ആളായിരിക്കണം? മെന്റലി സൗണ്ടഡ് ആയിട്ടുള്ള ആളായിരിക്കണം. അയാൾ ഒരിക്കലും ഇൻസോൾവെന്റോ ബാങ്ക്രപ്റ്റോ ആവാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അടുത്തതാണ് 112th ക്വസ്റ്റ്യൻ. 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ. 2 സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് ആൻ ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി എന്നുള്ളതാണ് പറയുന്നത്. ECI എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി അല്ല, ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ECI അഡ്മിനിസ്റ്റേഴ്സ് elections to the ലോക്സഭ, രാജ്യസഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ആൻഡ് ഓഫീസസ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇൻ ദ കൺട്രി. ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്തുന്നത് ലോക്സഭ, രാജ്യസഭ, ബാക്കിയുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതുപോലെ തന്നെ പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ ആണ് എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. കാരണം ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഈ പറഞ്ഞ ആളുകളെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. സോ ബോത്ത് 1 and 2 are true. So correct option ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 118th ക്വസ്റ്റ്യൻ ആണ്. ടേം കൺസീലിയേഷൻ മീൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം. ആർബിട്രേഷൻ, അതുപോലെ തന്നെ മീഡിയേഷൻ, കൺസീലിയേഷൻ എന്നൊക്കെ പറയുന്നത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസംസ് ആണ്. അതിൽ കൺസീലിയേഷൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ എന്താണ് ആർബിട്രേഷൻ, എന്താണ് ലോക് അദാലത്ത് എന്നൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺസീലിയേഷൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്ന ചില പോയിന്റ്സ് ഉണ്ട്. സെറ്റിലിംഗ് ദ ഡിസ്പ്യൂട്ട്സ് ത്രൂ പോലീസ് സ്റ്റേഷൻ വഴി നമ്മൾ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ത്രൂ കോർട്ട് എന്നാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. ഓപ്ഷൻ സിയിൽ പറയുന്നത് ഒരു ഗവൺമെന്റ് ഓർഡറിനെ ചലഞ്ച് ചെയ്യുന്നതാണ്. ഓപ്ഷൻ ഡിയിൽ പറയുന്നത് സെറ്റിലിംഗ് ദ ഡിസ്പ്യൂട്ട്സ് വിത്തൗട്ട് ലിറ്റിഗേഷൻ ഇല്ലാണ്ട് ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ലിറ്റിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഈ വർഷത്തെ 5 year കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മൊത്തമായിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത്
ചെയ്തിരിക്കുന്നത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പാർട്ട് 3, പാർട്ട് 4 ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ CAG പോലെയുള്ള ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏകദേശം കുറച്ച് പേര് അറ്റൻഡ് ചെയ്യാത്ത ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ കൺസീലിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ മീനിങ് അറിയാത്ത ബുദ്ധിമുട്ടുകളോ മാത്രമായിരിക്കും. ബാക്കി ഏകദേശം ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു 80% എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അങ്ങനെ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. എൻ്റെ സെഷനിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യുന്നില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്തുള്ള ആംബിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അതിൽ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആൻസറബിൾ, നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ആദ്യത്തെ നിങ്ങളുടെ തുടങ്ങുന്ന ചോദ്യം തന്നെ 5 ഫസ്റ്റ് ചോദ്യം തന്നെ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് താഴെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? 79th ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്തായാലും ക്ലാസ്സിൽ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിലോ സബ്ജക്റ്റിനോ ഇടയ്ക്ക് അല്ലാണ്ട് തന്നെ ലീഗൽ മാക്സിംസ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ 2 മാക്സിംസ് എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ 2 മാക്സിംസ് ശ്രദ്ധിക്കണം. ഈ 2 മാക്സിംസ് വരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിൻ്റെ അടിയിലാണ്. എന്നിട്ട് ആ മാക്സിമിൻ്റെ മീനിങ്ങും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ മാക്സിമുകളുടെ മീനിങ് ആണ് ഇവിടെ കൊടുത്തത്. ആ മാക്സിമം ഓർത്തിരിക്കേണ്ട വന്നില്ല, പക്ഷേ അതിൻ്റെ മീനിങ്സ് ഇവിടെ ആവശ്യമായിട്ട് വന്നു. 2 മാക്സിംസ് ഓർമ്മയുണ്ടോ? നെമോ ജുഡെക്സ് കോസാ സുവ എന്നും പറഞ്ഞിട്ടൊരു മാക്സിം നമ്മൾ പഠിച്ചു, ഓർമ്മയുണ്ടോ? നെമോ ജുഡെക്സ് കോസാ സുവ എന്നുള്ളൊരു മാക്സിം പഠിച്ചു. അതുപോലെ തന്നെ മറ്റൊരു മാക്സിം പഠിച്ചു, ഓഡി ഓൾട്രം പാർട്ടം. ഓഡി ആൾട്രം പാർട്ടം എന്ന് പറയുന്നൊരു മാക്സിം പഠിച്ചു. നോ വൺ ഷുഡ് ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്, ഹിയർ ദ അതർ പാർട്ടി എന്ന് 2. അതായത് അപ്പുറത്തുള്ള ആൾക്ക് പറയാനുള്ളതും കേൾക്കണം, സ്വന്തം കേസിൽ ഒരിക്കലും ജഡ്ജിയായിട്ടിരിക്കാൻ പാടില്ല. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്താണ്? ആർബിട്രറി ആക്ഷൻസ് തടയാൻ വേണ്ടിയിട്ടാണ്. കോടതിയിൽ വരുമ്പോൾ ഇക്വിറ്റി, ഒരു ഫെയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൽ വരാത്ത കാര്യമാണ് എന്താണ്? എനി ഡിസിഷൻ യൂണിലാറ്ററലി ടേക്കൺ. ഓക്കെ, ഡിസിഷൻ യൂണിലാറ്ററലി ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ എന്താണ്? ജസ്റ്റിസിൻ്റെ വയലേഷനാണ്. കാരണം എന്താണ്? ഹിയർ ദ അതർ പാർട്ടി, 2 പാർട്ടികളും കേൾക്കണമെന്ന് പറയുന്നുണ്ട്. ഡിസിഷൻ യൂണിലാറ്ററലി ടേക്കൺ എന്ന് പറഞ്ഞാൽ യൂണിലാറ്ററലി ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് എടുത്ത ഡിസിഷൻ എന്നുള്ളതാകും അതിൻ്റെ മീനിങ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഓപ്ഷൻ ഡി എന്നുള്ളത് ഫെയർ ആയിട്ടുള്ള ആൻസറാണ്. അടുത്തത് 18th ക്വസ്റ്റ്യൻ IPC അല്ലെങ്കിൽ എന്താണ് BNS അല്ലെങ്കിൽ ലോ ഓഫ് ക്രൈം. അതിന് പല ഹെഡിങ്ങിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതിന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് ആക്ടസ് റിയം, മെൻസ് റിയം, ആക്ടസ് നോൺ ഫാസിറ്റ് റിയം, നിസി മെൻസിറ്റ് റിയ. ഈ മാക്സിമം ഒക്കെ എന്തായാലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ടസ് റിയത്തിൻ്റെ മീനിങ് ഇത് ഗിൽറ്റി ആക്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിന് മറ്റൊരു സെൻറ്റൻസ് ആണ് തന്നത്, ഗിൽറ്റി ആക്ട് that compresses the physical component of the ക്രൈം എന്നുള്ളത് തന്നിരിക്കുന്നു. അതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഫിസിക്കൽ കമ്പോണൻറ്റ് ഗിൽറ്റി ആക്ട്. മെൻസറിയ എന്ന് പറയുന്നത് മെൻ്റൽ എലമെൻ്റ് എന്നുള്ളതാണ് ഉത്തരമായിട്ട്. അപ്പോൾ ഇതും നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ്. അടുത്ത മറ്റൊരു ചോദ്യം വരുന്നത് 81. ഓക്കെ, വീണ്ടും ക്രൈമിൻ്റെ അകത്തു നിന്നുള്ളൊരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രൈമിലേക്ക് വരുമ്പോഴത്തേക്കും തെഫ്റ്റ്. ഓക്കെ, തെഫ്റ്റ് എന്ത് തരം പ്രോപ്പർട്ടിക്കെതിരെ മാത്രമേ കമ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ്? തെഫ്റ്റ് ക്യാൻ ബി കമ്മിറ്റഡ് ഓൺലി എഗൻസ്റ്റ് മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്കെതിരെ തെഫ്റ്റ് പറ്റില്ല, പക്ഷേ എക്സ്റ്റോർഷൻ പറ്റും. ആ രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഗോൾഡ് ഉള്ളി, ക്യാറ്റിൽ ഉള്ളി, കറൻസി നോട്ട് ഉള്ളി എന്നൊക്കെ പറയുന്നതിനൊന്നും വലിയ പ്രസക്തി ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ശരിയായിട്ടുള്ള വശമെന്ന് പറയുന്നത്. അപ്പം 81 അത് തന്നെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്തുള്ള. അപ്പോൾ ഒരു 3 ചോദ്യം മസ്റ്റായിട്ടും ചെയ്യുന്ന കാര്യം ബേസിക്സ് ആണ്. അപ്പം 82ലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ എഗ്രിമെൻറ്റ്. ഓക്കെ, എഗ്രിമെൻറ്റ് മെയ്ഡ് ബൈ മൈനറുമായിട്ട് മേക്ക് ചെയ്യുന്ന എഗ്രിമെൻറ്റിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എഗ്രിമെൻറ്റ് മെയ്ഡ് വിത്ത് എ മൈനർ ഈസ് അബ് ഇനീഷ്യോ വോയിഡ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ക്വാസി കോൺട്രാക്റ്റിൽ നെസസിറ്റീനെ പറ്റിയൊക്കെ അല്ല, നെസസറി സപ്ലൈനെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ചോദ്യം ചോദിച്ചാൽ എന്നും അബ് ഇനീഷ്യോ വോയിഡ്, ഫ്രം ദ വെരി ബിഗിനിങ് വോയിഡ് എന്നുള്ളതാണ് ആൻസർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആൻസർ ഇവിടെ നിന്ന് അബ്സല്യൂട്ട്ലി വോയിഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കിടക്കുക. വാലിഡ് അല്ല, വോയിഡാന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ ആ ഉത്തരം തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻസ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത വരുന്ന 83rd ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് അണ്ടർസ്റ്റാൻഡ്, ചിലപ്പോൾ എല്ലാവർക്കും സിമിലർ ആയിട്ടുള്ള ലീഗൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല.
അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ കാഷ്വലി ഉപയോഗിച്ച് പോകാറുണ്ട്. ഇൻ്റർലോക്യൂട്ടറി ഓർഡേഴ്സ്, ഇൻ്ററിം ഓർഡേഴ്സ് എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയുന്നൊരു സാധനം ഉണ്ട്. അപ്പം അതാണ് ഇൻ്ററിം ഓർഡറിനെ വിളിക്കുക, അതിൽ ഇൻ്റർലോക്യൂട്ടറി ഇതൊക്കെ ആ ഒരു സിമിലർ മീനിങ്ങിൽ വരുന്ന ഒരു സംഭവം. അതായത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ വാങ്ങുന്ന ഓർഡറുകൾ. ഇത് എല്ലാവരും ആൻസർ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ എന്തായാലും ആൻസർ ചെയ്യണം. ഇൻ്റർലോക്യൂട്ടറി എന്ന് പറയുന്നത് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ കിട്ടുന്ന ഓർഡറുകൾ. ഇൻ്റർലോക്യൂട്ടറി എന്ന് പറഞ്ഞാൽ അതാണ് ഇൻ്ററിം, ഈ സംഭവത്തിന് ഇടയിൽ താൽക്കാലികമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതൊരു ഫൈനൽ അല്ല. ഓക്കെ, താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമാണ്. അപ്പം നോട്ട് ഫൈനൽ എന്നുള്ളത് ഇൻ്ററിം ഓർഡർ എന്നൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ മറ്റൊരു വേർഡാണ്, അതിൻ്റെ സിനോണിമസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇൻ്റർലോക്യൂട്ടറി എന്ന് പറയുന്നത്. ഇത് ചിലർ വിട്ടിട്ടുണ്ടാകാം, പക്ഷെ എന്നാലും മോസ്റ്റ്ലി എഴുതാൻ പറ്റുന്ന ഒന്നാണ്. ഇതൊക്കെയാണ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ ആൻസർ ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് റാങ്ക് കിട്ടാനുള്ള, ബെറ്റർ റാങ്കിലേക്ക് കയറാനുള്ള ചാൻസസ് കൂടുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലായി. അപ്പം ഈ ഒരു ഏരിയയിൽ 79 to 83 എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് നമുക്കൊരു 5 ചോദ്യങ്ങളുണ്ട്. ഈ 5-ൽ 4 മസ്റ്റ് ആൻസർ ആണ്. എന്തായാലും ഒരു എൻട്രൻസ് പ്രിപ്പയർ എന്നുള്ള എഴുതിയേ പറ്റത്തുള്ളൂ. ഒരു ചോദ്യം എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് ആണ്, എഴുതാൻ പറ്റും, പക്ഷേ എല്ലാവരും എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയവും ഉണ്ട് എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ആ ഒരു ഏരിയ അങ്ങനെ പോട്ടെ. പിന്നെ അങ്ങോട്ടെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിന്നീട് അങ്ങോട്ട് വന്നു പോയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു 101 എത്തുമ്പോഴത്തേക്കാണ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്ത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു ചോദ്യം വന്നിട്ടുള്ളത്. ആരാണ് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു ചോദ്യമല്ല. ഓക്കെ, ഇപ്പം ഞാൻ പറയുകയാണ്, ഈ 1, 2 ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ മിസ്സാവുന്നതിൽ നമ്മൾ അത്ര വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു പോയിന്റിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നത് ശരിക്കും അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡിൻ്റെ എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി പാസ്സാവുന്ന ആളുകൾക്കാണ് ശരിക്കും, അവരെയൊക്കെയാണ് നമ്മൾ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എന്ന് പറയുന്നത്. അവർക്കാണ് സുപ്രീം കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും അതിൽ അപ്പിയർ ചെയ്യാനും ഉള്ള അവകാശമുള്ള അഡ്വക്കേറ്റ്സ്. അവരാണ് യഥാർത്ഥ സുപ്രീം കോർട്ട് ലോയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് ഈ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻറ്റൈറ്റിൽ ഫയൽ ആൻഡ് അപ്പിയറൻസ് ഓർ ആക്ട് ഫോർ എ പാർട്ടി ഇൻ സുപ്രീം കോർട്ട്. അതൊക്കെയാണത് ഫൈനൽ. ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ഫൈനായിട്ടുള്ള മീനിങ് അതായിട്ടാണ് വരുന്നത്. യഥാർത്ഥത്തിൽ അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മാത്രമാണ് സുപ്രീം കോടതിയിൽ സ്വന്തമായിട്ട് കേസ് ഫയൽ ചെയ്യാനും അതുപോലെ അതിൽ അപ്പിയർ ചെയ്യാനുമുള്ള അവകാശമുള്ള സുപ്രീം കോർട്ട് ലോയേഴ്സ്. അതാണ് അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ്. ഇതിന് എക്സാം ഒക്കെ ഉണ്ട്. ഈ എക്സാം എഴുതി പാസ്സാവേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. അതിന് കുറേ മാൻഡേറ്റുകൾ ഇവർക്കും ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊരു ചോദ്യമാണ്, ആരാണ് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എന്നുള്ളത്. അടുത്തതായിട്ട് വരുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. അപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനെ പറ്റി പറയുമ്പോൾ ഇത് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഹുസൈനാര കാട്ടൂൻ്റെ കേസൊക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ റൈറ്റ് ടു ഫ്രീ ട്രയലിൻ്റെ കേസാണ്, റൈറ്റ് ടു സ്പീഡി ട്രയലിൻ്റെ കേസാണ്. ഈ കേസ് ഡിസ്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതുപോലെ SP ഗുപ്ത എന്ന് പറഞ്ഞ കേസിലൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ആദ്യമായിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കോടതികളിൽ വരുന്നൊരു കാലഘട്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, അല്ലാതെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട് എന്താണ്, ഏതൊരു പബ്ലിക്സിലി സ്പിരിറ്റഡ് ആയിട്ടുള്ള പേഴ്സണും ഒരു ജനറൽ പബ്ലിക്കിനൊരു ഇഷ്യൂ ഉണ്ട്, എല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് തോന്നുന്ന ഒരു വിഷയത്തിൽ കോടതിയെ സമീപിക്കാനും അതിൽ വേണ്ടുന്ന ഒരു ഓർഡർ നേടിയെടുക്കാനും സാധിക്കും എന്നുള്ള ഒരു രീതിയിലൊക്കെ ഉള്ള ഡിസ്കഷൻസ് പല ക്ലാസ്സുകളിലായിട്ട് നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് പബ്ലിക്കലി സ്പിരിറ്റഡ് ആയിട്ടുള്ള ഏതൊരു പേഴ്സണും പോകാം എന്നുള്ളതാണ്. അതും നമ്മുടെ സ്വന്തം പ്രശ്നമായിരിക്കണം ഒരു നിർബന്ധവുമില്ല. അപ്പം ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഫയൽ എ റിട്ട് പെറ്റീഷൻ ഒൺലി ഇൻ തെഫ്റ്റ് മാറ്റേഴ്സ്. അപ്പോൾ അത് തെഫ്റ്റ് മാറ്റേഴ്സിലല്ല നമ്മൾ റിട്ട് ചോദിച്ച് പോവുക, അത് നമുക്ക് ഓൾറെഡി അറിയാം, കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റർ ആയിരിക്കണം. ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ഫയൽ എ റിട്ട് പെറ്റീഷൻ ഒൺലി ഇൻ ഹിസ് നേറ്റീവ് ഡിസ്ട്രിക്ട് ഇൻ സിവിൽ മാറ്റർ. അവിടെ നിൽക്കട്ടെ. Indian cities can move a writ petition in matters of public interest, and individual can file a writ petition only in personal civil matter. ഡിസ്ട്രിക്ട് സിവിൽ മാറ്റേഴ്സ് ആണോ? അല്ല, ഹൈക്കോടതിയിലേക്കാണ് നമ്മൾ പോകുന്നത് റിട്ടുമായിട്ട്. പബ്ലിക് ഇൻട്രസ്റ്റിലുള്ള കാര്യങ്ങൾ അത് ഏതാണെങ്കിൽ ഓപ്ഷൻ C ആണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമുക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ഏതൊരു ഇന്ത്യൻ സിറ്റിസണും കോടതിയിലേക്ക് പോകാം. ഓക്കെ, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മാറ്റർ ആണെങ്കിൽ ഒരു പബ്ലിക്കലി സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണ് കോടതിയിൽ കേസ് കൊടുക്കാം എന്നുള്ളതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ പർപ്പസ് തന്നെ. അപ്പോൾ അതവിടെ കഴിഞ്ഞു പോയി. 102 നമ്മൾ ഡിസ്കസ് ചെയ്തത്.
അടുത്തായിട്ട് വരുന്നത് ലോക അദാലത്ത് എന്നുള്ള ഒരു ഏരിയയിലേക്കാണ് വരുന്നത്. നിങ്ങൾ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ ഗൈഡ് റെഫർ ചെയ്യുകയാണെങ്കിലൊക്കെ ലോക അദാലത്തിനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് ഗൈഡിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. എന്നാൽ ലോക അദാലത്ത് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്നൊരു മെത്തേഡാണ്. അതായത് കോടതിക്ക് പുറത്തായിട്ട് കേസുകൾ സെറ്റിൽ ചെയ്യാൻ ഉള്ള ഒരു അവസരം തരുന്നതാണ് ഈ ലോക അദാലത്തുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇസ് എ ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം ടു അറൈവ് അറ്റ് ആൻ അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ഓൺ ദ സെയിം ഡേ ഓഫ് ആർഗ്യുമെൻറ്റ് ഓഫ് ദ കേസ് ഇൻ ദ കോർട്ട്. കോടതിയിൽ കേസ് നടക്കുന്നതിൻ്റെ അന്ന് തന്നെയാണോ? അല്ല. സെയിം ഡേ ഓഫ് മേക്കിംഗ് ദ ഡോക്യുമെൻറ്റ്സ് അല്ല. വിത്ത് 1 month ടൈം ബിഫോർ അല്ല. ഔട്ട്സൈഡ് കോടതിയിൽ നമുക്ക് ഈ കേസ് ഒന്ന് തീരുമാനമാക്കാൻ ഒരു അവസരം തരുന്നു എന്നുള്ളതാണ് ലോക അദാലത്ത് എന്നുകൊണ്ട് അദാലത്ത് സിറ്റിംഗ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. 104 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് 107 DRT. ഓക്കെ, ലോക അദാലത്തിനെ പറ്റിയിട്ടൊക്കെ എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. DRTയുടെ ഫുൾ ഫോം ക്ലാസ്സുകളിൽ ഡിസ്കഷനിടയിൽ കാഷ്വലി പറഞ്ഞു പോയ ഒരു സംഭവമാണ്. അത് എല്ലാവരും ഓർത്ത് എഴുതണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതും നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും നമുക്ക് മിസ്സാവാൻ സാധ്യതയുള്ള ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് DRT, ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം പറയുന്നത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ലോണൊക്കെ ഉണ്ടെങ്കിലോ ആ ലോൺ അടച്ചില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ DRT കോടതികളിലാണ് ഇത് നടക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കോടതികളുണ്ട്, അവിടെയാണ് ഇത്തരത്തിലുള്ള സിവിൽ മാറ്റേഴ്സൊക്കെ നടക്കുക എന്നുള്ളത് ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഇതും നമുക്കൊന്ന് അവോയ്ഡബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് മിസ്സാവാൻ സാധ്യതയുണ്ട്. പിന്നെയാണ് നമുക്ക് വരുന്നത് 113 ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലാണ്ട് ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 113 പറയുന്നത് അബേറ്റ്മെൻറ്റിൻ്റെ മീനിങ് എന്താണ് എന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അബേറ്റ്മെൻറ്റ് എന്ന് പെട്ടെന്ന് വായിച്ച ആളുകളുണ്ടാവും. അബേറ്റ്മെൻറ്റ്, അപ്പോൾ സാർ അബേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലല്ലോ എന്ന് വിചാരിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവിടെ അബേറ്റ്മെൻ്റ് അല്ല, ഇവിടെ അബേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അബറ്റല്ല, അബേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അബേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുകയായിരുന്നു, IPCയിലും ക്രൈമിലൊക്കെ വരുന്നൊരു കാര്യമാണ്. ഇത് അബേറ്റ്മെൻ്റ് ആണ്. അബേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക, നിർത്തലാക്കുക, ആ രീതിയിലുള്ള ഒരു മീനിങ്ങിലോട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പം ഇവിടെ വന്നിരിക്കുന്ന ഒരു CPC മീനിങ് ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ CPCയിൽ ബേസിക്കലി അബേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് പ്രീമെച്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ നമ്മളെന്താണ് ആ കേസ് സൂട്ട് ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഈ പറയുന്ന അബേറ്റ്മെൻറ്റ് എന്ന്. അതായത് ഫൈനൽ ഓർഡർ കിട്ടുന്നതിന് മുന്നേ അതായത് നമ്മളെന്നാ കേസ് ഉപേക്ഷിക്കുകയാണ്, ഈ കേസ് അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അബേറ്റ്മെൻറ്റ് എന്ന് വിളിക്കാറുണ്ട്. ടു കണ്ടിന്യൂ ആൻ ആക്ഷൻ ലീഗലി അല്ല. അപ്പം എന്താണ് ബ്രിങ്ങിങ് ടു ആൻ എൻഡ് ഓഫ് ആൻ ആക്ഷൻ ഓർ സസ്പെൻഡിങ് ആൻ ആക്ഷൻ എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് അതെന്ന് പറയുന്നത്. കാരണം ടെമ്പറലി ഉപേക്ഷിക്കുന്നതല്ല, അപ്പീൽ ഫോർ സസ്പെൻഡഡ് ആക്ഷൻ അല്ല. ഞാൻ പറഞ്ഞില്ല എന്താണ് ഫുള്ള് നമുക്ക് എന്താണ് ഫൈനൽ ജഡ്ജ്മെൻറ്റിന് മുന്നേ നമ്മൾ അതിനെ ഉപേക്ഷിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ അബേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിമിലർ മീനിങ് ആയിട്ട് വരുന്നത് B ആണ്. ഓക്കെ, ഈ കൂട്ടത്തിലെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് B ആണ്. നമുക്ക് B ചൂസ് ചെയ്യാം. പിന്നെ വരുന്നത് 114 ചോദ്യമാണ്. അപ്പോൾ അബേറ്റ്മെൻറ്റും ഈ പറഞ്ഞ ലിസ്റ്റിലേക്ക് മറ്റൊന്ന് ആഡ് ചെയ്യാൻ പറ്റും. അതായത് എല്ലാവർക്കും ശരിയാക്കാൻ സാധിച്ചിട്ടുണ്ട്, കറക്റ്റ് കുത്തിയൊക്കെ ശരിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ഇത് ശരിയാക്കാനുള്ള സാധ്യത ഉള്ള ആളുടെ എണ്ണം വളരെ ചുരുക്കമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതും നമുക്ക് പോയാലും കുഴപ്പമില്ല, അതൊക്കെ കുറച്ചിട്ടായിരിക്കും നമ്മൾ മാർക്ക് ഗസ് ചെയ്യുക. അപ്പോൾ അബേറ്റ്മെൻറ്റ് അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ബാങ്ക്റപ്സി ഇതെല്ലാവർക്കും അറിയാം, പാപ്പരാവുക എന്നുള്ളതാണ് ബാങ്ക്റപ്സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സെയിം മീനിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലീഗൽ പ്രോസസ്സ് റിലേറ്റഡ് ടു ഇൻസോൾവൻസി, എൻ്റെ പൈസ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ലീഗൽ പ്രോസസ്സാണ് നമ്മൾ ബാങ്ക്റപ്സി, ഡിക്ലറിങ് ബാങ്ക്റപ്സി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും, അതിലൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത കാര്യമാണ്. 115 ചോദ്യം ഒന്നാമത് ബൈ ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് BY ലോ എന്നാണ്, ബൈ ലോസ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ആൻസർ വരേണ്ടത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിലും നമ്മൾ പറയേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. A ഓപ്ഷനായിട്ട് തന്നെ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർമുലേറ്റഡ് ബൈ ദ ജനറൽ ബോഡി ഓഫ് ദ അസോസിയേഷൻ. ജനറൽ ബോഡി ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന റൂൾസും റെഗുലേഷൻസിനെ നമ്മൾ ബൈലോസ് എന്ന് വിളിക്കും എന്നുള്ളത് ഈ കൂട്ടത്തിലെ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇതാണ് അബ്സല്യൂട്ട്ലി കറക്റ്റ് എന്നുള്ളതല്ല, ഈ കൂട്ടത്തിലെ ഒരു ശരിയായിട്ടുള്ള ഉത്തരം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത് റൂൾസ് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർമുലേറ്റഡ് ബൈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അതായത് ബൈലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു എന്താണ് ഒരു സെൽഫ് ഗവേണിംഗ് ആയിട്ടുള്ള ബോഡി, ഒരു ബോഡി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു കമ്പനി നടത്തുന്നു, എൻ്റെ കമ്പനിയിൽ റൺ ചെയ്യാൻ വേണ്ടി എനിക്കൊരു ബൈലോ ഉണ്ടാക്കാം.
അപ്പം അത് ആർക്ക് വേണം, ഒരു സ്വന്തമായിട്ട് കമ്പനിയോ ഒരു ബോഡിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഉള്ള ഒരാൾക്ക്, ഒരു അസോസിയേഷൻ ഉള്ള ഒരാൾക്ക് അവരുടെ ഇപ്പം എന്താണ് ബിൽഡിംഗ് അസോസിയേഷൻസ് അവർക്ക് സ്വന്തമായിട്ട് ബൈലോസ് ഉണ്ടാക്കാം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ബൈലോ, ഇങ്ങനെയൊക്കെയാണ് പൈസ കളക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ബൈലോസ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ബൈലോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അത് അത്ര അങ്ങോട്ട് ശരിയായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം. പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കൃത്യമായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അത് നിങ്ങൾ തന്നെ ആലോചിച്ച് എഴുതേണ്ട വരും എന്നുള്ളൊരു ടൈപ്പ് ചോദ്യമാണ് ഈ 115. അതും അവോയ്ഡബിൾ ആയിട്ട് പറയാം. ഇനി 116ാമത്തെ ചോദ്യം. ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും പറയും ഇത് ക്ലാസ്സുകളിൽ റിട്ടേണിംഗ് ഓഫീസറിനെ പറ്റി ഒന്നും സംസാരിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ ടോർട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ടോർട്ടിൽ ആഷ്ബി വേഴ്സസ് വൈറ്റ് കേസ് ഒന്ന് ആലോചിക്കുക. ആ കേസിൽ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് റിട്ടേണിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കേസാണ് ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്ന്. അപ്പോൾ അവിടെ കേൾക്കാം ഏതാണ് റിട്ടേണിംഗ് ഓഫീസർ വോട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നിടത്ത് അത് സമ്മതിക്കാനിരിക്കുന്ന ആളാണ് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് വെച്ചിട്ട് ആൻസറബിൾ ആണ് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റ് ഓർ എന്താണ് റിട്ടേണിംഗ് ഓഫീസർ റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ട് ഓഫ് എലക്ഷൻസ് ഇൻ പാർലമെന്റ് ഓർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കൺസേൺ. ബാക്കി എല്ലായിടത്തും മീറ്റിംഗാണ്. എലക്ഷൻസിനെ പറ്റി പറഞ്ഞ സി മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ആഷ്ബി വേഴ്സസ് വൈറ്റ് ടോറിൻ്റെ കേസ് മതി നിങ്ങൾക്ക് ഇവിടെ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ സാധിക്കുമായിരുന്നു. 116. 117 വരികയാണെങ്കിൽ 117 നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിയിൽ വരുന്ന കാര്യമല്ല. സിവിൽ കേസസ് ആർ ഫൈൽഡ് ഇൻ കോർട്സ് ഡ്യൂ ടു കോൺഫ്ലിക്റ്റ് ഇൻവോൾവിംഗ് മോസ്റ്റ്ലി മണി ബിറ്റ്വീൻ പീപ്പിൾ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ബിസിനസ്. സിവിൽ കേസുകൾ അതെ പൈസ റിലേറ്റഡും ബിസിനസ് മാറ്റേഴ്സും ആയിരിക്കും. ഓക്കെ, അത് ഓക്കെയാണ്. ക്രിമിനൽ കേസ് ആർ ഫൈൽഡ് ഇൻ കോർട്സ് ഫോർ ഓഫൻസസ് കമ്മിറ്റഡ് ബൈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണോ ഇൻഡിവിജ്വൽ പേഴ്സൺ കമ്മിറ്റ് ചെയ്ത പ്രശ്നമാണെങ്കിൽ നമ്മളെന്താ ക്രിമിനൽ കോടതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. 117 ഓപ്ഷൻ എ എന്ന് only 1 is true എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ശരി. സിവിൽ കേസ് ഒക്കെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ വരാറുള്ളൂ, പൈസ മാറ്ററാണ്. പക്ഷേ ക്രിമിനൽ കേസ് ഇൻഡിവിജ്വൽസിനും കമ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വരുന്നത് നമ്മൾ 119 ഡിപ്പോണൻറ്റ് എന്നുള്ളത്. 119 അടുത്ത മാർക്ക്. ഡിപ്പോണൻറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഒരു അഫിഡവിറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അഫിഡവിറ്റിലൊക്കെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും മറ്റൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടേംസ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടുപോയിട്ടുണ്ടാവും ഡിപ്പോണൻറ്റ് എന്ന് പറയുന്ന വാക്ക്. ഈ അഫിഡവിറ്റിലൊക്കെ നമ്മൾ ഡിപ്പോണൻറ്റ് എന്ന് പറഞ്ഞാണ് ഒപ്പിട്ട് കൊടുക്കാറുള്ളത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് നമ്മൾ സത്യവാങ്മൂലം എഴുതി കൊടുക്കുക. അതാണ് അഫിഡവിറ്റ്. സത്യവാങ്മൂലം എഴുതി കൊടുക്കുക. ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് ഡിപ്പോണൻറ്റ്. ഓക്കെ, അതിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. who says on oath in a court that the statement is correct. ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് പറയുന്ന ആളാണ് ആ സംഭവം. അതെ, ഇവിടെ ഒരു കൺസീലിയേഷൻ്റെ ചോദ്യം ഇത് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മുടെ ലിസ്റ്റ് എനിക്ക് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കൺസീലിയേഷനും ഇത് കോൺസ്റ്റിറ്റ്യൂഷന് പുറത്തുള്ള ചോദ്യമാണ്. കൺസീലിയേഷൻ, മീഡിയേഷൻ, ആർബിട്രേഷൻ, ലോക അദാലത്ത് ഇതെല്ലാം ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെത്തേഡ്സ് ആണ്. ADR മെത്തേഡുകളിൽ പെട്ടിട്ടുള്ളതാണ്. കൺസീലിയേഷൻ്റെ ഓപ്ഷനാണ് കൊടുത്തിരുന്നത്. സെറ്റിലിംഗ് ദ ഡിസ്പ്യൂട്ട് വിത്തൗട്ട് ലിറ്റിഗേഷൻ. അതായത് കോടതിയിൽ പോകാണ്ട് നമ്മൾ തീർക്കുന്ന പരിപാടിയാണ് എന്നാണ് ലിറ്റിഗേഷൻ. കോടതിയിൽ കേസ് നടത്തി അല്ലാണ്ട് നമ്മൾ തീരുമാനത്തിലെത്തുന്ന ഒരു പരിപാടിയാണ് ഈ കൺസീലിയേഷൻ. ഇതൊരു ടൈപ്പ് ഓഫ് ADR ആണ്. ത്രൂ പോലീസോ കോടതിയോ ഗവൺമെൻറ് ഓർഡറോ ഒന്നുമല്ല, അല്ലാണ്ട് ലിറ്റിഗേഷൻ ഒഫീഷ്യൽ ചാനലിലൂടെ അല്ലാണ്ട് നമ്മൾ തീർത്തെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടത്. പിന്നെ 120ാമത്തെ ചോദ്യം, അതൊക്കെ വളരെ അണ്ടർസ്റ്റാൻഡ്. ഈ 120ാമത്തെ ചോദ്യം ഒരു കാരണവശാലും നിങ്ങളെ കൊണ്ട് എഴുതിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. കറക്റ്റ് കുത്തിയെ മാത്രം ശരിയാക്കിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. ടേം ഇൻട്രോഗേറ്ററീസിൻ്റെ മീനിങ് എന്താണ് എന്നാണ് പറഞ്ഞത്. CPCയിലെ ഒരുപാട് ഉള്ളിൽ സെക്ഷൻ 30 അതിൻ്റെ ഇൻട്രോഗേറ്ററീസ് പോലും ആരും ഉപയോഗിക്കാറില്ല ആ ഒരു ഏരിയനെ. എന്നാൽ പോലും ആ ഏരിയനെ അങ്ങനെ ഇൻട്രോഗേറ്ററീസ് ആണ് വിളിക്കേണ്ടത്. അപ്പോൾ ഒരു സെക്ഷൻ 30 ആയിട്ടൊക്കെ വരുന്നൊരു ഏരിയ ആണ്. അപ്പോൾ അത് ഇവിടെ തന്നിരിക്കുന്ന ഉത്തരവ് നിങ്ങൾക്ക് പറയുന്നത് ഇൻ എ സിവിൽ കേസ് ഫോർമൽ ക്വസ്റ്റ്യൻസ് ഫ്രം വൺ സൈഡ് വിച്ച് ദ അതർ സൈഡ് മസ്റ്റ് ആൻസർ അണ്ടർ ഓത്ത് എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉള്ള ഓപ്ഷൻസിൽ അത് ഒരു വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസറായിട്ട് നമുക്ക് ചൂസ് ചെയ്ത് പോകാം. അതിന് കുറച്ചും കൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇൻട്രോഗേറ്ററീസിന് അതിനെ വെച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ശരിക്കും അത്ര സിമ്പിളല്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 120 ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അതൊന്നൊരു 5 to 6 ക്വസ്റ്റ്യൻസ്
4 to 5 ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യണബിൾ അല്ല. പക്ഷെ ബാക്കി ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളെ കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ബേസിക് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നാണ് ഈ 250 to 300 എന്നുള്ളത് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു സ്കോർ തന്നെ ആയിരുന്നു. ചിലപ്പോൾ ഇതിന് താഴെയുള്ളവർക്കും കിട്ടും. ഓക്കെ, പക്ഷേ നമ്മളെന്താണ്, നമുക്കിപ്പം എല്ലാവർക്കും ഫുൾ സോപ്പ് തരാൻ പറ്റാത്തതുകൊണ്ടാണ് 250 to 300 കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഒക്കെ വേറെ കുറേ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത് തന്നെയാണ്. ഈ സെഷനിൽ നമ്മൾ ജനറൽ നോളജിലുള്ള ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലുള്ള 36 ചോദ്യങ്ങൾക്ക് ശേഷം 37ാമത്തെ ചോദ്യം മുതലാണ് ജനറൽ നോളജിലുള്ള ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ 2019 പരീക്ഷയ്ക്ക് ശേഷം ഇത്ര എളുപ്പമുള്ളൊരു ചോദ്യ പേപ്പർ മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും തന്നെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. അപ്പോൾ 37ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈസ് ഫോംഡ് ഫ്രം എ ഫെഡറേഷൻ ഓഫ്, അല്ലേ? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഈ ഒരു ഫെഡറേഷനാണ്. അത് ഫോം ചെയ്തിട്ടുള്ളത് എത്ര എമിറേറ്റ്സ് കൂടിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം 7 എമിറേറ്റ്സ് ആണ്. ഇവിടെ ആൻസർ നിങ്ങൾക്ക് കാണാം, 7 എമിറേറ്റ്സ് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒമാൻ ആയിട്ടും അതുപോലെ സൗദി അറേബ്യ ആയിട്ടും ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു എമിറേറ്റ്സ് ആണ്, അല്ലേ? 7 എമിറേറ്റ്സ് കൂടിയിട്ടുള്ള ഒരു ഫെഡറേഷനാണ് യുണൈറ്റഡ് അറബ് UAE എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? UAE എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഇസ്ലാമാണ് അവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള റിലീജിയൻ. നമ്മൾ ഇന്ത്യ പോലെയല്ല, ഒരു ഒഫീഷ്യലായിട്ടുള്ള റിലീജിയൻ ഉണ്ട്. ഇസ്ലാമാണ് അവിടുത്തെ ഒഫീഷ്യലായിട്ടുള്ള റിലീജിയൻ. അതുപോലെ തന്നെ അറബിക്കാണ് അവിടുത്തെ ലാംഗ്വേജ്, അതും കൂടെ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഹബ്ബായിട്ടുള്ള ദുബായ് ഈ UAEയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ അബുദാബിയാണ് ഈ കൺട്രിയുടെ ക്യാപിറ്റൽ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ദ ഇൻഡസ് റിവർ ഫ്ലോസ് ത്രൂ ഇന്ത്യ ആൻഡ് ഫൈനലി ഫോൾസ് ഇൻ ദ ഇൻഡസ് റിവർ, അല്ലേ? നമുക്കറിയാം ഇൻഡസ് റിവർ ഇന്ത്യയിലൂടെ ഫ്ലോ ചെയ്തിട്ട് എവിടെയാണ് ഫൈനലി എത്തുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇൻഡസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഡസ് നമ്മുടെ ടിബറ്റിലുള്ള മാനസ സരോവർ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ചിട്ട് ഇന്ത്യ പാകിസ്ഥാനിലൂടെ ഒഴുകി, ഇന്ത്യ കഴിഞ്ഞിട്ട് പാകിസ്ഥാനിലൂടെ ഒഴുകി കറാച്ചി ആ ഒരു ഭാഗമെത്തുമ്പോൾ അറേബ്യൻ സീയിലേക്ക് പതിക്കുന്ന ഒരു നദിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അറേബ്യൻ സീ ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അറേബ്യൻ സീ ആണ്. പിന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ട്രിബ്യൂട്ടറീസും നമുക്കറിയാം. സത്ലജ്, ബീസ്, രവി, ചെനാബ്, ചലം തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇൻഡസിൻ്റെ ട്രിബ്യൂട്ടറികളാണ് എന്നുള്ള കാര്യം കൂടെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യ ഈസ് ദ 7th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണോ, 8th ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണോ, 5th ആണോ, 10th ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യ എന്ന് പറയുന്നത് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 7ാമതാണ് നമുക്കറിയാം. 7th ആണ് അതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയാണ്. റഷ്യ കഴിഞ്ഞാൽ കാനഡയാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ചൈനയാണ്. അപ്പോൾ റഷ്യ, കാനഡ, ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് യഥാക്രമം 1, 2, 3 സ്ഥലങ്ങളുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ് വലിപ്പത്തിൽ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ യമുന റിവർ മെർജസ് വിത്ത് ദ റിവർ ഗാൻജസ് അറ്റ്. യമുന നദി എവിടെ വെച്ചിട്ടാണ് ഗംഗാ നദിയുമായിട്ട് ചേരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം നമ്മൾ അലഹാബാദ് എന്ന് പറഞ്ഞുള്ള സ്ഥലത്തുള്ള ത്രിവേണി സംഗമം, അതായത് ഗംഗ, യമുന, അതുപോലെ തന്നെ സരസ്വതി 3 നദികളുടെ ഒരു സംഗമമാണ്. അതുകൊണ്ടാണ് നമ്മൾ ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തർപ്രദേശ് സംസ്ഥാനത്തുള്ള അലഹാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ പ്രയാഗ്രാജ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ 3 നദികളും കൂടെ കൂടിച്ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഓപ്ഷൻ A ആണ്, ത്രിവേണി സംഗം. അലഹാബാദ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 41ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ദ ജാലിയൻ വാലാബാഗ് മസാക്രെ ടുക്ക് പ്ലേസ് ഓൺ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ഏത് ആ ദിവസവും വർഷവുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ദിവസം എല്ലാം ഒരുപോലെ തന്നെയാണ്. ഏപ്രിൽ 13 കൊടുത്തിട്ടുള്ളത്. വർഷത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ 1919 ആണ് ഇതിൻ്റെ ആൻസർ. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് എന്ത് സംഭവിച്ചു? ഒരു കൂട്ടക്കൊല സംഭവിച്ചു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഹിസ്റ്ററി ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓപ്ഷൻ B അത് ഇവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ മോഡേൺ ഇന്ത്യയുടെ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് സ്ട്രഗിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ആ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണമെങ്കിൽ അതും ഏകദേശം ആ ഒരു ഭാഗമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ആ ഒരു സംഭവം, ഇൻഡിപെൻഡൻസിൻ്റെ ആ ഒരു സമയമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഗാന്ധിജി സ്റ്റാർട്ടഡ് ഹിസ് ദണ്ഡി മാർച്ച് ഇൻ ദ ഇയർ 1930 ഫ്രം സബർമതി ആശ്രം.
അപ്പോൾ സബർമതി ആശ്രമത്തിൽ നിന്ന് 1930 ദണ്ഡി യാത്ര തുടങ്ങിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ടു ഒപ്പോസ് ദ ബ്രിട്ടീഷ് റൂൾ ആണോ, അതുപോലെ ടു ഷോ ഹിസ് മാസ് സ്ട്രെങ്ത് ആണോ, ടു ബ്രേക്ക് ദ സോൾട്ട് ലോ ആണോ, ദ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ സൈമൺ കമ്മീഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെ 1930 മാർച്ച് മാസത്തിലാണ് തുടങ്ങിയിട്ടുള്ളത്. അത് നമുക്കറിയാം മാർച്ച് 12 തുടങ്ങിയിട്ട് ഏപ്രിൽ 6 സമരം അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പ് കുറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമരമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയാറുണ്ട്, ദണ്ഡി മാർച്ച് എന്നും പറയാറുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ടു ബ്രേക്ക് ദ സോൾട്ട് ലോ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള സോൾട്ട് ലോയ്ക്ക് എതിരായിട്ട് ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്, മാർച്ച് നടത്തിയത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ദണ്ഡി മാർച്ച് ഓർത്ത് വയ്ക്കുക. വർഷം 2030. നമുക്ക് ആ ഡേറ്റും കൂടെ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ മാർച്ച് 12 തുടങ്ങിയിട്ട് ഏപ്രിൽ 6 അവസാനിച്ചു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്തത് നമ്മുടെ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് ഫിസിക്സിലെ നമ്മുടെ സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. വിച്ച് പ്ലാനറ്റ് ഈസ് നോൺ ആസ് ദ മോർണിംഗ് സ്റ്റാർ. നമ്മൾ ഒരുപാട് തവണ മുമ്പ് വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് തവണ വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടെയാണ്. മോർണിംഗ് സ്റ്റാർ എന്നറിയപ്പെടുന്ന പ്ലാനറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ ലൂസിഫർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? വീനസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ വീനസ് ആണ് ഇതിൻ്റെ ആൻസർ, അല്ലെങ്കിൽ എർത്ത് ട്വിൻ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഒരുപാട് ഇരട്ട പേരുകളിലോ അല്ലെങ്കിൽ അപരനാമങ്ങളിലോ ഒക്കെ അറിയപ്പെടുന്ന സൗരയൂഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു പ്ലാനറ്റ് തന്നെയാണ് വീനസ്. അപ്പോൾ മോർണിംഗ് സ്റ്റാർ, ഈവനിങ് സ്റ്റാർ അല്ലെങ്കിൽ ലൂസിഫർ, എർത്ത് ട്വിൻ, അങ്ങനെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്ന പ്ലാനറ്റാണ് വീനസ്. ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത 44ാമത്തെ ചോദ്യം. ഗ്രീൻലാൻഡ് ഐലൻഡ് ഹാസ് ഇറ്റ്സ് ഓൺ എക്സ്റ്റെൻസീവ് ലോക്കൽ ഗവൺമെൻറ് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ്. താഴെ കൊടുത്തിട്ടുള്ള ഏത് രാജ്യത്തിൻ്റെ ഭാഗമാണ് ഗ്രീൻലാൻഡ് ഐലൻഡ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഗ്രീൻലാൻഡ് ഐലൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റ് ആണെങ്കിൽ പോലും അത് ഒരു നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നിട്ടുള്ള ഐലൻഡ്. അതുപോലെ തന്നെ അതൊരു യൂറോപ്പിൻ്റെ ഭാഗമാണ്. നോർത്ത് അമേരിക്കൻ കോണ്ടിനെൻ്റിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പോലും യൂറോപ്പിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഡെൻമാർക്കിൻ്റെ ഒരു ഓട്ടോണോമസ് ടെറിട്ടറി ആയിട്ടാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അത് വേൾഡ് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. വേൾഡ് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത കനാൽസ് എന്നുള്ളൊരു ടോപ്പിക് എന്നുള്ളൊരു ചോദ്യമാണ് അടുത്ത്. ദ സൂയസ് കനാൽ കണക്ട്സ്. സൂയസ് കനാൽ കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ കടലുകൾ തമ്മിലാണ്? പസഫിക് സീ ടു ചൈന സീ ആണോ, അറേബ്യൻ സീ ടു കോറൽ സീ ആണോ, മെഡിറ്ററേനിയൻ ടു ബ്ലാക്ക് സീ ആണോ? അപ്പോൾ അതിൻ്റെ കറക്റ്റുള്ള ആൻസർ എന്ന് മെഡിറ്ററേനിയൻ സീ ടു റെഡ് സീ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ സൂയസ് കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏഷ്യ യൂറോപ്പ് തമ്മിലുള്ള ഒരു മാരിടൈം റൂട്ടാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ചരക്ക് ഗതാഗതത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ഈ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കൊക്കെ ചരക്ക് കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ സീ റൂട്ടിന് മാരിടൈം റൂട്ടിന് ഒരുപാട് ആശ്രയിക്കുന്ന ഒരു കനാലാണ്. ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു മനുഷ്യനിർമ്മിതിയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. 1869 അതിൻ്റെ കംപ്ലീഷൻ വന്നതെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഷിപ്പിംഗ് ലൈനുകളുള്ള ഒരു കനാലാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. മെഡിറ്ററേനിയൻ സീ ടു ദ റെഡ് സീ. അടുത്തൊരു ചോദ്യം നോക്കാം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ നോബൽ പ്രൈസ് ഈസ്. നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഡോക്ടർ രാധാകൃഷ്ണനാണോ, സി വി രാമനാണോ, രവീന്ദ്രനാഥ് ടാഗോർ ആണോ, മദർ തെരേസ ആണോ എന്നുള്ളതാണ് ചോദ്യം. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഏഷ്യയിലും ഇന്ത്യയിലും ആദ്യമായിട്ട് നോബൽ സമ്മാനം വാങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിനായിരുന്നു അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളത്. ലിറ്ററേച്ചറിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അദ്ദേഹം കൽക്കട്ടയിലാണ് ജനിച്ചത് എന്നുള്ള കാര്യം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ രവീന്ദ്രനാഥ് ടാഗോറാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഗീതാഞ്ജലിയാണ് അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനം കിട്ടാനായിട്ടുള്ള ആ ഒരു വർക്ക് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. 47ാമത്തെ ചോദ്യം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ സെക്യൂരിറ്റി കൗൺസിൽ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഐക്യരാഷ്ട്രസഭയെ പറ്റി നോക്കുമ്പോൾ പ്രധാനമായിട്ടും 6 ബോഡികളാണുള്ളത്. അതിൽ 5 എണ്ണത്തിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂയോർക്കാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. 5 എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി കൗൺസിലുണ്ട്, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലുണ്ട്, എക്കോസോക്ക് എന്ന് പറയുന്ന എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ദ യൂണിയൻ സെക്രട്ടേറിയറ്റ് തുടങ്ങിയിട്ടുള്ള 5 ഐക്യരാഷ്ട്രസഭയുടെ ഓർഗൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂയോർക്കാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് മാത്രമാണ് അതിന് 6ാമതായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നെതർലാൻഡ്സിലുള്ള ഹേഗ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഹേഗ് ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അപ്പോൾ ആ ഒരു ചോദ്യം ക്ലിയർ ആയി. നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത വളരെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ 7ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ദ നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? നമുക്കറിയാം, ദ ഇന്ത്യൻ പീകോക്ക്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ദേശീയ ഈ ഒരു നാഷണൽ സിംബൽസ് അല്ലെങ്കിൽ നാഷണൽ എംബ്ലംസ് ഒക്കെ നമുക്ക് സ്ഥിരമായിട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ നാഷണൽ എംബ്ലംസോ അല്ലെങ്കിൽ നാഷണൽ ഫ്ലാഗിനെ കുറിച്ചോ. അപ്പോൾ ഇപ്രാവശ്യം വന്നിട്ടുള്ള നാഷണൽ ബേർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി. അത് പീകോക്ക് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ഇന്ത്യ ദ സ്റ്റേറ്റ് വിത്ത് ദ ലോവസ്റ്റ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഏറ്റവും കുറവ് ശിശു മരണ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നുള്ള കാര്യമാണ്. നമുക്കറിയാം, കേരളമാണ് ഇന്ത്യയിലുള്ള ഏറ്റവും കുറവ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് എന്ന് പറയുന്നത്. ശിശു മരണ നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 കുട്ടികൾ ജനിക്കുമ്പോൾ എത്ര കുട്ടികൾ മരണപ്പെടുന്നു എന്നുള്ളതാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ശിശു മരണ നിരക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലുള്ള പ്രദേശം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് ഓർത്ത് വയ്ക്കുക, മധ്യപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ശിശു മരണ നിരക്കുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു കറണ്ട് അഫയേഴ്സിലൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അടുത്തൊരു ചോദ്യം നോക്കാം. എമംഗ് ദ ടോപ്പ് 10 കൺട്രീസ് വിത്ത് ദ ലാർജസ്റ്റ് അക്വാകൾച്ചർ പ്രൊഡക്ഷൻ, ഇന്ത്യ ഓക്യുപ്പൈസ് സെക്കൻഡ് പൊസിഷൻ നെക്സ്റ്റ് ടു എന്നുള്ളതാണ് ചോദ്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അക്വാകൾച്ചറിൻ്റെ പ്രൊഡക്ഷനിലുള്ള ആദ്യത്തെ 10 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ 2ാമതാണ്. അപ്പോൾ 1ാമതുള്ള ആരാണെന്നുള്ളതാണ് ചോദ്യം. 1ാമതുള്ള ആരാണ്? ചൈനയാണ്. ഉത്തരം ഓർത്ത് വയ്ക്കുക, ചൈനയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ അക്വാകൾച്ചർ പ്രൊഡക്ഷനുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്ത് മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അത് ചൈനയാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. 2ാമത് നമ്മുടെ ഇന്ത്യ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത് നമ്മുടെ പീകോക്കിനെ കുറിച്ച് തന്നെയുള്ള അടുത്തൊരു ചോദ്യമാണ്. വിച്ച് സാങ്ച്വറി ഇൻ ഇന്ത്യ ഈസ് എ പ്രീമിയർ ഹെവൻ ഓഫ് പീകോക്സ്? അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ മയിൽ വളർത്തലിന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു സാങ്ച്വറി ഉണ്ട്, ഒരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. ചൂലന്നൂർ പീഹോൾ സാങ്ച്വറി അല്ലേ, പാലക്കാട് ജില്ലയിലുള്ള ചൂലന്നൂരുള്ള മയിൽ വളർത്ത് സങ്കേതമാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, പാലക്കാട് ജില്ലയിലാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, ഈ ബേർഡ് സാങ്ച്വറികൾ തുടങ്ങിയിട്ടുള്ളതെല്ലാം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പാലക്കാട് ജില്ലയിലാണെന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ബാക്കിയെല്ലാം എന്താണ്? ബേർഡ് സാങ്ച്വറിയാണ്. കടലുണ്ടി, തട്ടേക്കാട്, കുമരകം തുടങ്ങിയിട്ടുള്ളതൊക്കെ ബേർഡ് സാങ്ച്വറികളാണെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. അടുത്ത ചോദ്യം, വിച്ച് വാട്ടർ ഫോൾസ് ഇൻ കേരള ഈസ് നിക്നെയിംഡ് ആസ് നയാഗ്ര ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിലുള്ള വാട്ടർഫോൾസ് ഏതാണ്? കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഏറ്റവും വലുതൊക്കെ ആയിട്ടുള്ള വാട്ടർഫോൾസ് ആണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക, ആതിരപ്പള്ളി വാട്ടർഫോൾസ് ആണ് ഇന്ത്യയുടെ നയാഗ്ര എന്ന് ഓർത്ത് വയ്ക്കുന്നത്. അപ്പോൾ നയാഗ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും അതുപോലെ കാനഡയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് നയാഗ്ര എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ കേരളമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ജിയോഗ്രഫി ഒരു ചോദ്യം ചോദിച്ചു. അതുപോലെ തന്നെ നേരത്തെ നമ്മുടെ മയിൽ വളർത്ത് കേന്ദ്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം കൂടെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കേരളവും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരീക്ഷയുടെ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞ വർഷം വന്നിട്ടുള്ള T20 വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇൻ ദ T20 വേൾഡ് കപ്പ് 2024 ഇന്ത്യ വൺ ദ വേൾഡ് കപ്പ് ഇൻ ദ ഫൈനൽ മാച്ച് അഗെയിൻസ്റ്റ്. അപ്പോൾ ഇന്ത്യ ഫൈനൽ ആർക്കെതിരെയാണ് ജയിച്ചത്? ഇന്ത്യയാണ് അതിൻ്റെ ജേതാക്കളായതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫൈനലിൽ ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചതെന്നുള്ളത്? സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ കിരീടം നേടിയത്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് ഈ മത്സരം നടന്നിട്ടുള്ളത്? വെസ്റ്റ് ഇൻഡീസിലും അതുപോലെ അമേരിക്കയിലും വെച്ചിട്ടാണ് ഈ T20 വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇതുപോലെ ഈ കണക്ട് ചെയ്തിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കി വെക്കുക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ കിരീടം നേടിയത്. നടന്നത് എവിടെയാണ്? വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും വെച്ചിട്ടാണ് നടന്നതെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ബ്രിക്സ് സ്റ്റാൻഡ്സ് ഫോർ അല്ലേ. ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള 2ാമത്തെ ചോദ്യമാണ്. ആദ്യം നമ്മൾ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടായി. ഇപ്പോൾ അത് ബ്രിക്സിൻ്റെ കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ആ രാജ്യങ്ങളുടെ 5 രാജ്യങ്ങളുണ്ട്, 5 രാജ്യങ്ങളുടെ ആദ്യത്തെ ലെറ്റർ എടുത്തിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കി അറിയാം, എല്ലാം ഈ പറഞ്ഞിട്ടുള്ള എല്ലാം ലെറ്ററുകളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. ഓപ്ഷൻ സി ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ബ്രിക്സ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ബ്രിക്സ് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അത് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. സാർസ്, നമ്മുടെ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡിസീസസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സാർസ് സ്റ്റാൻഡ്സ് ഫോർ. സാർസ് എന്ന് പറഞ്ഞുള്ള പ്രധാനപ്പെട്ടുള്ള ഒരു റെസ്പിറേറ്ററി ഡിസീസാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം അല്ലേ? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ അസുഖങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചിലപ്പോൾ അബ്രീവിയേഷനോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എയ്ഡ്സ്, HIV തുടങ്ങിയുള്ള ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ്, അതുപോലെ തന്നെ എയ്ഡ്സിൻ്റെ ഫുൾ ഫോം നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതുപോലെ സാർസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെസ്പിറേറ്ററി ഡിസീസാണ് എന്നുള്ള കാര്യം കൂടെ അതിൻ്റെ ഭാഗമായിട്ട് ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് വൈഡ്ലി യൂസ്ഡ് ആസ് ഫ്യൂവൽ ടു പ്രൊഡ്യൂസ് ന്യൂക്ലിയർ എനർജി? നമ്മൾ ആണവ എനർജി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന എലമെൻ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ? വിച്ച് വൺ ഓഫ് ഫോളോയിങ് ഈസ്, ഏതാണ് ഫ്യൂവൽ, ഏതാണ്? അപ്പോൾ സോഡിയം ആണോ, യുറേനിയം ആണോ, സൾഫർ ആണോ, ലിഥിയാണോ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൽ യുറേനിയം മാത്രമാണ് നമുക്ക് എന്താണ് ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ഉള്ളൂ. അപ്പോൾ യുറേനിയം ആണ് ഇതിൻ്റെ ആൻസർ. യുറേനിയം 235 ഒക്കെയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. അടുത്തും ഇതുപോലെ തന്നെ സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സോളാർ സിസ്റ്റം മൊത്തം നമുക്ക് 3 ചോദ്യങ്ങൾ ആ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഉണ്ട്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ്സ് ഈസ് എ ടെറസ്ട്രിയൽ പ്ലാനറ്റ്? താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്? അപ്പോൾ നമുക്കറിയാം ടെറസ്ട്രിയൽ പ്ലാനറ്റും അതുപോലെ തന്നെ ഗ്യാഷ്യസ് പ്ലാനറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമി വരെയുള്ള ആദ്യത്തെ 4 അല്ലെങ്കിൽ നമ്മുടെ മെർക്കുറി, വീനസ്, എർത്ത്, മാസ് തുടങ്ങിയിട്ടുള്ള 4 പ്ലാനറ്റുകളാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്. അതായത് അവിടെ മാത്രമാണ് നമുക്കൊരു ഉപരിതലം ഉള്ളത്. ബാക്കിയുള്ള പ്ലാനറ്റ്സ് നമുക്ക് ജൂപ്പിറ്റർ ആയാലും സാറ്റേൺ ആയാലും യുറാനസ് ആയാലും നെപ്റ്റ്യൂൺ ആയാലും അവിടെ ഗ്യാഷ്യസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ മാത്രമേ ഉള്ളൂ. നമുക്കവിടെ ചവിട്ടി നിൽക്കാൻ പറ്റുന്ന ഒരു പ്രതലം ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഗ്യാഷ്യസ് പ്ലാനറ്റ് അല്ലെങ്കിൽ ഔട്ടർ പ്ലാനറ്റ്സ്, ഇന്നർ പ്ലാനറ്റ്സ് എന്നൊക്കെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്ത് പോയി. അപ്പോൾ ടെറസ്ട്രിയൽ പ്ലാനറ്റ് ഏതാണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ്സ് ഈസ് എ ടെറസ്ട്രിയൽ പ്ലാനറ്റ്? ഏതാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്? അപ്പോൾ യുറാനസ് തെറ്റുത്തരാണ്. മാർസ്, സാറ്റേൺ, നെപ്റ്റ്യൂൺ. അപ്പോൾ സാറ്റേണും അല്ല നെപ്റ്റ്യൂണും അല്ല, മാർസ് ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ആദ്യത്തെ 4 പ്ലാനറ്റുകളാണ് ടെറസ്ട്രിയൽ പ്ലാനറ്റ്. നമ്മൾ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ഈ 4 പ്ലാനറ്റുകൾ മാത്രമേ നമുക്ക് ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഒരു സർഫസ് ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത ഒരു ചോദ്യം നോക്കാം നമുക്ക്. 58ാമത്തെ ചോദ്യം. ദ സോളാർ സിസ്റ്റം ഹാസ്. സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റുകളുണ്ട്? നമുക്കറിയാം 8 പ്ലാനറ്റുകളാണ് ഉള്ളത് അല്ലേ? 8 പ്ലാനറ്റുകളാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എർത്ത് മുതൽ യുറാനസ്, നെപ്റ്റ്യൂൺ വരെയുള്ള 8 പ്ലാനറ്റുകളാണ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ളത് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഈ യൂണിവേഴ്സ് എന്നുള്ളൊരു ടോപ്പിക്കിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന 3ാമത്തെ ചോദ്യമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ആ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. 59ാമത്തെ ചോദ്യമാണ്. ദ ക്യാപിറ്റൽ ഓഫ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഈസ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ ക്യാപിറ്റൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ക്യാപിറ്റൽ ഏതാണ്? പോർട്ട് ബ്ലെയർ ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ബാക്കിയെല്ലാം ആൻഡമാനിലുള്ള മറ്റ് സ്ഥലങ്ങളാണ്. അപ്പോൾ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ട് ബ്ലെയർ ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അടുത്തത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ടുള്ള അടുത്തൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് കൺസിസ്റ്റ് ഓഫ്. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരുപാട് ചോദ്യങ്ങളായി. അപ്പോൾ അതിലുള്ള അടുത്ത ചോദ്യമാണ് ഇന്ത്യ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് കൺസിസ്റ്റ് ഓഫ്. ലക്ഷദ്വീപിൽ എത്ര ദ്വീപുകളുണ്ട്? 36 ഐലൻഡുകളാണുള്ളത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. 36 ഐലൻഡുകളാണ് ലക്ഷദ്വീപിലുള്ളത്. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ചോദ്യം നോക്കാം. അപ്പോൾ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കിപ്പലാഗമാണ് അല്ലേ? ബേസിക്കലി ആർക്കിപ്പലാഗം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം, ഒരു ദ്വീപ സമൂഹമാണ്. അത് ഓർത്ത് വയ്ക്കാം. ലക്ഷദ്വീപിനാണ് അടുത്തൊരു ചോദ്യം കൂടെ. ലക്ഷദ്വീപാണ്. ദ പീപ്പിൾ ഇൻ മിനിക്കോയ് ഐലൻഡ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് സ്പീക്ക് മെയിൻലി ഇൻ. അപ്പോൾ ലക്ഷദ്വീപിലുള്ള മിനിക്കോയ് ദ്വീപിലെ പ്രധാനപ്പെട്ടുള്ള ഭാഷ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? മാഹിയാണ് അതിൻ്റെ ഉത്തരം. മാഹി അല്ലെങ്കിൽ മാഹൽ എന്നൊക്കെ പറയുന്ന MAHL അതാണ് പറയുന്ന ഭാഷ. അതാണ് അവിടെ എന്താണ് മിനിക്കോയിൽ പ്രധാനമായിട്ട് സംസാരിക്കുന്നത്. മിനിക്കോയിൽ ബാക്കി ഒരുപാട് ഭാഷകളുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഭാഷ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാം.
അപ്പോൾ നമുക്ക് മാഹി അല്ലെങ്കിൽ ഈ മിനിക്കോയ് എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപ് നമുക്കറിയാം മാലദ്വീപുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഐലൻഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാലദ്വീപിൻ്റെ സംസാര ഭാഷകളൊക്കെ നമ്മുടെ ഈ ഒരു മിനിക്കോയുടെ സ്വാധീനം ചെലുത്താനായിട്ട് സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ദൈവേഹി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഷ നമ്മൾ മിനിക്കോയ് ഐലൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഭാഗത്ത് സംസാരിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മാഹിയാണ് അതിൻ്റെ ഉത്തരം. മാഹി അല്ലെങ്കിൽ മാഹൽ എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷദ്വീപിനെ കുറിച്ച് വേറെ 2-3 കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആർക്കിപ്പെലാഗോ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആർക്കിപ്പെലാഗോ ആണ് എന്ന് പറയുമ്പോൾ തന്നെ 36 ഐലൻഡുകളും ഏകദേശം ഒരു 32 സ്ക്വയർ കിലോമീറ്ററുമാണ് അതിൻ്റെ വിസ്തൃതി എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ 12 കോറൽ ഐലൻഡുകൾ 12 കോറൽ ഐലൻഡുകളും 3 പവിഴപ്പുറ്റുകളും അതുപോലെ തന്നെ 10 ആൾതാമസമില്ലാത്ത ഐലൻഡുകളും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ദ്വീപ സമൂഹമാണ് നമ്മുടെ ലക്ഷദ്വീപ് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കാം. അടുത്തൊരു ചോദ്യം നോക്കാം. നമുക്ക് 62ാമത്തെ ചോദ്യം നോക്കാം. അടുത്ത ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് യൂണിറ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ആസാം. ആസാമിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ഗുവാഹത്തിയാണ് ആസാമിൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഓർത്ത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് അതിൻ്റെ ക്യാപിറ്റൽ അതിൻ്റെ ഫോർമേഷൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അടുത്ത ചോദ്യം അതുപോലെ തന്നെയാണ്. 63ാമത്തെ ചോദ്യം. മിസോറാം സ്റ്റേറ്റ് ഷെയർസ് എ ബോർഡർ വിത്ത് നൈബറിംഗ് കൺട്രീസ്. അപ്പോൾ മിസോറാം എന്നുള്ള സംസ്ഥാനം ബോർഡർ ഷെയർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ബംഗ്ലാദേശും മ്യാൻമറുമാണ് അതിൻ്റെ ആൻസർ. ബംഗ്ലാദേശും മ്യാൻമറുമായിട്ട് ഇൻ്റർനാഷണൽ ബൗണ്ടറി ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആസാം, ത്രിപുര, മണിപ്പൂർ തുടങ്ങിയിട്ടുള്ള 3 സംസ്ഥാനങ്ങളായിട്ട് നമുക്ക് ഇൻ്റർസ്റ്റേറ്റ് ബോർഡറും മിസോറാം ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശും മ്യാൻമറുമായിട്ട് ഇൻ്റർനാഷണൽ ബോർഡറും അതുപോലെ തന്നെ ആസാം, ത്രിപുര, മണിപ്പൂർ തുടങ്ങിയിട്ടുള്ള 3 സംസ്ഥാനങ്ങളുമായിട്ട് ഇൻ്റർസ്റ്റേറ്റ് ബോർഡറും ഷെയർ ചെയ്യുന്നുണ്ട്, മിസോറാം ഷെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ജനറൽ നോളജ് എന്നുള്ള ഒരു ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ക്യാപിറ്റൽ ഫോർമേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി കേരളമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമുക്ക് എക്കണോമിക്സ് നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് 2 ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ അടുത്തത് നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിലുള്ള 15 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ 2019 മുതൽ 2023 വരെ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം 25 ചോദ്യങ്ങളായിരുന്നുണ്ടായിരുന്നു. വെട്ടി ക്വസ്റ്റ് 15 ചോദ്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രയാസം നമുക്ക് ആ ഒരു സമയം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രയാസം ഒരുപാട് കൂടിയിട്ടില്ല. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു നമ്മുടെ ഈ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ വന്നിട്ടുള്ള 15 ചോദ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. The product of 3 consecutive positive integers is 120. Then the sum of the 3 positive numbers is എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 120 അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു എളുപ്പ വഴി ഒരുപാട് രീതിയിൽ നമുക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ ഇൻറ്റിജർ n ആയിട്ട് എടുക്കാം, രണ്ടാമത്തെ n+1ഉം മൂന്നാമത്തെ n+2 ആയിട്ട് എടുത്തിട്ട് n നമുക്ക് സോൾവ് ചെയ്യാം വേണമെങ്കിൽ. അതല്ലെങ്കിൽ അത് ഒന്നാമത്തെ വഴിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, n × n+1 × n+2. ഇത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. എത്രയാണ്? 120 ആണ് ഇതിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു വഴിയും കൂടെ ഉണ്ട്. നമുക്ക് കുറച്ചും കൂടെ എളുപ്പമുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ n × n+1 ഇതിന് പകരമായിട്ട് നമുക്ക് n-1 എടുക്കാം, n എടുക്കാം, n+1 എടുക്കാം. 120 ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ n³ - n = 120 എന്നുണ്ട്. അപ്പോൾ നമ്മളൊരു റാൻഡമായിട്ടൊരു ഇൻറ്റിജറും കൂടെ എടുക്കുക. അപ്പോൾ n³ ഇത് നമുക്ക് ആദ്യത്തെ ഒരു ഇത് കിട്ടി. അത് നമ്മൾ സോൾവ് ചെയ്തു. n³ - n = 120 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് n സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു n ഒരു ഇൻറ്റിജറായിട്ട് നമുക്കൊരു 5 ഒരു എക്സാമ്പിൾ ഒരു 5 അല്ലെങ്കിൽ 4 3 ഒക്കെ എടുത്ത് നോക്കാം. അപ്പോൾ 5 ×³ -
5 നമുക്ക് എത്ര വരും എന്നുള്ളത് നോക്കാം. 5 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ നമുക്കറിയാം 25 25ൻ്റെ 5. അപ്പോൾ 125 മൈനസ് 5 അല്ലേ, 120 വരിക. അപ്പോൾ പ്രോഡക്റ്റ് എത്രയാണ്? 120 വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സംഭവം അറിയാം. നമുക്ക് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 3 പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു ഇൻറ്റിജർ ഏതായിരിക്കും? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ 5 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നടുക്കുള്ളതായിരിക്കും n അല്ലേ. അപ്പോൾ n-1 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും, ഇതെന്ന് പറയുമ്പോൾ 6 ആയിരിക്കും. അപ്പോൾ 4, 5, 6 ആയിരിക്കും നമ്പറുകൾ. പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? സം ഓഫ് 3 പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ 4, 4 + 5 + 6 10, 15 അല്ലേ. അപ്പോൾ അത് 15. അത് ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇഫ് യു ഡിവൈഡ് ദ നമ്പർ 1003 by 5 then the remainder is equal to 1003 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര കിട്ടും എന്നുള്ളതാണ് ചോദ്യം. വളരെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് അല്ലേ. 1003 നമുക്കറിയാം. 5 കൊണ്ട് ഏത് നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് 5 കൊണ്ട് ഒരു കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലേ എന്ന് അറിയാനായിട്ട് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റുള്ള നമ്പർ, ലാസ്റ്റ് ഡിജിറ്റ് എടുത്ത് നോക്കുക. അപ്പോൾ 1013 എന്നുള്ള നമ്പറോ അല്ലെങ്കിൽ 1015 എന്നുള്ള നമ്പർ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വരുന്ന ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക. വൺസിൻ്റെ പ്ലേസിലുള്ള ഈ ഒരു ഒറ്റയുടെ സ്ഥാനത്തുള്ള ഈ ഒരു നമ്പർ ഏതാണെന്ന് നോക്കുക. ആ നമ്പർ നമ്മൾ 5 കൊണ്ടോ അല്ലെങ്കിൽ 0 കൊണ്ടോ 5 അല്ലെങ്കിൽ 0 ആണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ 1003ൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ ഏതായിരിക്കും 5 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ളത്? 1000 ആയിരിക്കും. അപ്പോൾ 1000 ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് റിമൈൻഡർ എത്ര വരും? 3 വരും എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കാം. വളരെ ഈസി ആയിട്ടുള്ള, നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ വളരെ ഒരു 5 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. 66ാമത്തെ ചോദ്യമാണ്. എ പേഴ്സൺ ബോട്ട് an item for rupees 1350 and spent 150 towards transportation of the item. Then he sold it for rupees 1800. The profit percentage is 1350 രൂപയ്ക്ക് ഒരാൾ സാധനം വാങ്ങി, 150 രൂപ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനായിട്ട് പോയി, 1800 രൂപയ്ക്ക് അയാൾ അത് വിറ്റു. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? ലാഭ ശതമാനം എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ലാഭ ശതമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അതിൻ്റെ ആൻസർ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ നമുക്ക് കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കാം. ഇവിടെ ഇയാൾ ആദ്യം എത്രയൊക്കെയാണ് വാങ്ങിയത്? 1350 വാങ്ങിയത്. 150 രൂപ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസും കൂടെ ആയിട്ട് വന്നു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് ആയിട്ട് വരുമ്പോൾ എത്ര വരും? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1350 + 150 കൂടെ വരും. അപ്പോൾ 1500 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? എത്ര രൂപയ്ക്കാണ് അയാൾ വിറ്റത്? 1800 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. 1800 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് എത്ര വരും? നമുക്കറിയാം സെല്ലിംഗ് പ്രൈസ് കൂടുതലും കോസ്റ്റ് പ്രൈസ് കുറവാണ്. അപ്പോൾ ഇയാൾ കൂടുതൽ വിലയ്ക്ക് വിറ്റു, കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിയിട്ട് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോഫിറ്റാണ് ഉണ്ടായത്. പ്രോഫിറ്റ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. 1800 മൈനസ് 1500, 300 ഇവിടുത്തെ പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ 300 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് 1500 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കണമെങ്കിൽ എത്ര കിട്ടും? 20% എന്ന് കിട്ടും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കും അല്ലേ. 350 20% എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കാം. അത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ലോസ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നോക്കാം നമുക്ക്. ദ ആവറേജ് മാർക്സ് ഓഫ് 15 സ്റ്റുഡൻസ് ഇൻ എ സബ്ജക്ട് 65. 15 കുട്ടികളുടെ ആവറേജ് മാർക്ക് 65 ആണ്. If another student has scored 97 marks in the same subject, then the average marks of the 16 students is. അപ്പോൾ 15 കുട്ടികളുടെ ആവറേജ് 65 ആണ്. ഒരു കുട്ടി 97 മാർക്ക് വാങ്ങി. അങ്ങനെയാണെങ്കിൽ 16 കുട്ടികളുടെ കൂടെ ആവറേജ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. 15 ആളുകളുടെ ആവറേജ് 65 ആണ്. അങ്ങനെയാണെങ്കിൽ 16 ആളുകളുടെ ആവറേജ് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനായിട്ടും വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. നമുക്ക് ആവറേജ് തന്നിട്ടുണ്ട്, നമ്പറും തന്നിട്ടുണ്ട് അല്ലേ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആവറേജും ഉണ്ട്, അതുപോലെ തന്നെ നമ്പറും ഉണ്ട്. അപ്പോൾ 15 × 65 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 975 എന്ന് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആര് വന്നു? 97 മാർക്കുള്ള ഒരാളും കൂടെ വന്നു. അപ്പോൾ എത്ര കിട്ടും? 1072. അപ്പോൾ ടോട്ടലായത് ഇതാണ് സമ്മ. പിന്നെന്താണ്? 16 ആളുകളുടെ ആവറേജ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1072 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ നമുക്ക് എത്ര കിട്ടും?
നമുക്ക് 67 എന്ന് കിട്ടും. അത് ഓർത്ത് വയ്ക്കുക, 67. അത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അടുത്ത നോക്കുക, ആവറേജിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ. അടുത്ത ചോദ്യം നോക്കാം, 68ാമത്തെ ചോദ്യം. ദ ഏരിയ ഓഫ് എ വേക്കൻറ്റ് ലാൻഡ് ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ ഈസ് 36,100 സ്ക്വയർ മീറ്റേഴ്സ്. ദെൻ ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ദ ലാൻഡ് ഈസ്. ഒരു സ്ക്വയർ പ്ലോട്ട് ഉണ്ട്. ആ സ്ക്വയർ പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാലും 36,100 സ്ക്വയർ മീറ്റർ ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്രയായി? അത് സ്ക്വയർ ആണ്. അത് സ്വാഭാവികമായിട്ട് സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ സൈഡും ഒരേ ലെങ്ത് ആയിരിക്കും അല്ലേ? ഒരു സൈഡ് എ ആണെങ്കിലും 4 സൈഡും എ ആയിരിക്കും. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫോർമുല എന്താണ്? എ സ്ക്വയർ ആണ്. 36,100 ആണ് അതിൻ്റെ എ സ്ക്വയർ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. 36,100ൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. 361ൻ്റെ റൂട്ട് നമുക്കറിയാം എത്രയാണ്? 19 ആണ്. 361ൻ്റെ റൂട്ട് 19 ആണ് അല്ലേ? 19 സ്ക്വയർ = 361 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ 2 0 ഉണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ 190 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമായിരുന്നു. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. നമ്മൾ ചെറിയ ക്ലാസ്സിലെ സ്കൂളിൽ പഠിക്കുന്ന ചോദ്യമായിരുന്നു. അടുത്തത് നോക്കാം. ദ സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ ദ നമ്പേഴ്സ് 2, 3, 4, 5, 6, 7. 2, 3, 4, 5, 6, 7 ഈ ഇത്ര സംഖ്യ 6 സംഖ്യകൾ കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് പോസിറ്റീവ് നമ്പർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ LCM SCF ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു സെറ്റ് നമ്പറുകൾ തന്നിട്ട് ആ നമ്പറിലെല്ലാം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പറോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഒരു പ്രത്യേക നമ്പർ വരുന്ന രീതിയിലുള്ള അവരുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള ഈ എല്ലാ നമ്പറുകളെയും ഒരുപോലെ ഡിവിസിബിലിറ്റി റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് LCM കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരുപാട് വഴികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 3, 4, 5, 6, 7. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫാക്ടേഴ്സ് വരിക എങ്ങനെ വരും? നമുക്ക് 2 വരും. വീണ്ടും നമുക്ക് 2 വരും. 1, 3, 1, 5, 3, 7. അടുത്ത 3, 1, 1, 1, 5, 1, 7. അടുത്ത 5, 7. അപ്പോൾ 2 × 2 × 3 × 5 × 7. 2 × 2 × 3 × 5 × 7. അപ്പോൾ 420 വരും ആൻസർ. 420, 420 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് LCM ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായത്. അപ്പോൾ LCM SCF വളരെ പ്രധാനപ്പെട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു പരീക്ഷയിൽ എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത 70ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. A can do a work in 10 days and B can do the same work in 15 days. Both together can do the same work. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഒരു ഫോർമുല ഉണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? x × y ഡിവൈഡഡ് ബൈ x + y. ഇതായിരുന്നു നമ്മുടെ ഫോർമുല. x × y എന്ന് പറയുമ്പോൾ x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 × 15 ഡിവൈഡഡ് ബൈ 10 + 15 150 ഡിവൈഡഡ് ബൈ 25. ഓർത്ത് നോക്കി. അപ്പോൾ 6 ആയിരിക്കും ആൻസർ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചോദ്യമൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പ്രധാനപ്പെട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് വേറെ ഒരുപാട് വഴികളുണ്ട്. എയുടെ ഒരു ദിവസത്തെ വർക്കുണ്ട്. അപ്പോൾ എ മാത്രം എത്ര വർക്ക് ചെയ്തു? എ മാത്രം 10 ദിവസം കൊണ്ട് വർക്ക് തീർക്കും. ബി 15 ദിവസം കൊണ്ട് വർക്ക് തീർക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ A + B എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും? നമുക്ക് വേണമെങ്കിൽ എയുടെ ഒരു ദിവസത്തെ വർക്ക് 1/10 ആയിട്ട് എടുക്കാം. ബിയുടെ ഒരു ദിവസത്തെ വർക്ക് 1/15 ആയിട്ട് എടുക്കാം. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന വർക്ക് ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 + 1/15 ആയിരിക്കും. അപ്പോൾ നമുക്ക് A + Bയുടെ ഒരു ദിവസത്തെ വർക്ക് കിട്ടും. പിന്നെ അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ വർക്ക് നമ്മൾ ഇവിടുത്തെ LCM ആയിരിക്കും അല്ലേ? ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ 2 നമ്പറിൻ്റെയും LCM ആയിരിക്കും. 30 ആയിരിക്കും ഇവിടുത്തെ LCM. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഫോർമുലയാണ് x × y ഡിവൈഡഡ് ബൈ x + y. അതുപോലെ തന്നെ ചിലപ്പോൾ 3 പേരുടെ വർക്ക് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? XYZ ഡിവൈഡഡ് ബൈ XY + YZ + XZ. ആ ഫോർമുലയൊക്കെ നമ്മൾ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അടുത്ത വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് 71ാമത്തെ ചോദ്യം. ദ റുപ്പീസ് 21,600 has to be divided and paid to A and B in the ratio 2:7. Then B will get, അല്ലേ, എ ബി എന്ന് പറഞ്ഞിട്ട് 2 പേരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എമൗണ്ട് 21,600 എന്ന് പറഞ്ഞിട്ടുള്ള ഈ എമൗണ്ട് 2 പേർക്കുമായിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എ ആൻഡ് ബി ഇൻ ദ റേഷ്യോ 2:7, അല്ലേ. അപ്പോൾ എ എന്ന് പറയുന്നത് 2 ആയിരിക്കും, ബി എന്ന് പറയുന്നത് 7 ആയിരിക്കും. അപ്പോൾ ബിക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റേഷ്യോയുടെ അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ്റെ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് 7/9 ഇൻറ്റു 21,600, അല്ലേ, ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 14,800 കിട്ടും. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് ആ ഡിജിറ്റ് എടുത്തിട്ട് നമ്മൾ മുകളിൽ എഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമ്മൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള നമ്പറും കൂടെ എഴുതാം. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ, ഏതിൻ്റെ റേഷ്യോ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അടുത്തത് നോക്കാം നമുക്ക്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇസ് നോട്ട് ഡിവിസിബിൾ ബൈ 9? അപ്പോൾ നമുക്ക് ഡിവിസിബിലിറ്റി റൂളായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഒരുപാട് തവണ 3-ാമത്തെ പ്രാവശ്യമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഡിവിസിബിലിറ്റി റൂളായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 9 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലേ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ തന്നിട്ടുള്ള ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടുക. അപ്പോൾ ഇവിടെ 9 + 4 + 8 + 9 + 6 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. അപ്പോൾ അതെന്താണ്? 36 എന്ന് പറഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 9 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ 9 കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഡിവിസിബിൾ ആയിരിക്കും. അടുത്ത് നമുക്ക് 8 × 4 = 12, 12 × 9 9 × 6 36 കിട്ടും, അല്ലേ, 36. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 9 കൊണ്ട് കംപ്ലീറ്റ് ഡിവിസിബിൾ ആണ്. അടുത്ത് നോക്കാം. 6, 8, 9, 4, 9 27 കിട്ടും. അപ്പോൾ അതും കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണ്. അടുത്ത 9, 8, 9, 6, 7, അല്ലേ, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടില്ല? 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ ഇത് ഏതാണ് ഇതിൻ്റെ ആൻസർ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എന്നുള്ളതാണ് പറഞ്ഞത്, അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അവർ ഡിവിസിബിലിറ്റി റൂൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 2, 3 മുതൽ 11 വരെയുള്ള നമ്പറിൻ്റെ ഡിവിസിബിലിറ്റി റൂളൊക്കെ നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം. സ്മോളസ്റ്റ് നമ്പർ എമംഗ് ദ ഫ്രാക്ഷൻസ് 3/4, 5/9, 7/11, 9/30. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഒരുപാട് മെത്തേഡുകളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു മെത്തേഡ് ഇതാണ്. 3/5, 5/9, 7/11, 9/30. അപ്പോൾ നമുക്കൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ എഴുതുക എന്നുള്ളതാണ് ഒരു വഴി. ഇവിടെ 27, 25. അപ്പോൾ ഏതാണ് ചെറിയ? ഇതിൽ ഏതാണോ ചെറിയ നമ്പർ അതായിരിക്കും ചെറിയ ഫ്രാക്ഷൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചെറിയ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ 5/9 എടുത്തു, 7/11 എടുത്തു. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എഴുതി 55, ഇവിടെ നിങ്ങൾ എഴുതി 63. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതാണ് വലിയ നമ്പർ. അപ്പോൾ നമുക്ക് ഇതാണ് പിന്നെ ചെറിയ നമ്പറായിട്ട് വന്നത്. അപ്പോൾ 5/9 ഏറ്റവും ചെറിയ നമ്പറായിട്ട് കിട്ടി. അടുത്ത 4ാമത്തെ ഫ്രാക്ഷൻ 9/13 ആണ്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 15ഉം 50ഉം 65, 81. അപ്പോൾ ഇത് വലിയ ഫ്രാക്ഷനും ഇത് ചെറിയ ഫ്രാക്ഷൻ. അപ്പോൾ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏതാണ്? 5/9 ആണ്. നമുക്ക് വേറൊരു മെത്തേഡ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 3/5 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 30 വരികയാണെങ്കിൽ 0.6 വരും. അടുത്ത് നോക്കാം നമുക്ക് 5/9. 5/9 നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 9, ഇവിടെ 50 ആണെങ്കിൽ ഏകദേശം ഒരു 0.5ൻ്റെ അടുത്തൊക്കെ വരും. അടുത്തത് നോക്കാം. 7/11 ആണെങ്കിൽ 7/11 ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിലും നമുക്ക് ഏകദേശം ഒരു 0.6 ആ ഒരു സമയത്ത് വരും. അപ്പോൾ ഇതും ഏകദേശം ഒരു 0.6ൻ്റെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ ബി 5/9 ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഈ ഒരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത നമുക്ക് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഭാഗത്തുള്ള ഒരു ചോദ്യമാണ്. HK/NQ കറസ്പോണ്ട്സ് ടു LORU, ദെൻ BEHK കറസ്പോണ്ട്സ് ടു. അപ്പോൾ HK/NQ അത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തത്? LORU. അപ്പോൾ എന്താ ഇവിടുത്തെ റിലേഷൻ നമുക്ക് നോക്കാം. H L ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? K O ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്? N R ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്? Q U ആയിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലേ? H+3 അല്ലേ L എന്ന് പറഞ്ഞാൽ? H കഴിഞ്ഞിട്ട് I J K L, അല്ലേ? H+3 അല്ലെങ്കിൽ H കഴിഞ്ഞിട്ട് 4ാമത്തെ ലെറ്ററാണ്. അത് കഴിഞ്ഞിട്ട് K കഴിഞ്ഞിട്ട് നോക്കാം. K L M N O കഴിഞ്ഞിട്ടുള്ള
3 +3 അപ്പോൾ അതുപോലെ തന്നെ N കഴിഞ്ഞിട്ട് OPQRS അല്ലേ, അപ്പോൾ അങ്ങനെയാണ് 6 +3. അതുപോലെ Q കഴിഞ്ഞിട്ട് QRS. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്താണ് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പറുകളാണ് അല്ലേ. ഇതിവിടെ KL വന്നു, L കഴിഞ്ഞിട്ട് MNOP അങ്ങനെ വരും. അപ്പോൾ അത് ഓർത്ത് പോയി. അപ്പോൾ Q കഴിഞ്ഞിട്ട് +3 അല്ലെങ്കിൽ 4ാമത്തെ ലെറ്ററാണ് U. അപ്പോൾ അതേ ഫോർമാറ്റ് തന്നെയാണ്, അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ B കഴിഞ്ഞിട്ടുള്ള അടുത്ത 4ാമത്തെ ലെറ്റർ B കഴിഞ്ഞിട്ട് CDEF. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത് E കഴിഞ്ഞിട്ട് I വരും, H കഴിഞ്ഞിട്ട് L വരും, K കഴിഞ്ഞിട്ട് O വരും. അപ്പോൾ ഓപ്ഷൻ B ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം, ഫ്രം ദ ഗിവൺ ഓൾട്ടർനേറ്റീവ് സെലക്ട് ദ വേർഡ് വിച്ച് കനോട്ട് ബി ഫോംഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഓഫ് വേർഡ്. മെയിൻ്റനൻസ് അല്ലേ, മെയിൻ്റനൻസ് എന്നുള്ള വാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത വാക്ക് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മീനാണോ, ടീമാണോ, അതുപോലെ നീറ്റാണോ, ടെയിലാണോ? അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി ഓപ്ഷൻസ്. മീൻ, ടീം ഒക്കെ നമുക്ക് അതിലുള്ള ലെറ്റേഴ്സ് എല്ലാം ഉണ്ട്. ഈ ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റർ മാത്രമാണ് ഒന്ന് വേറിട്ട് വരുന്നത്. കാരണം എന്താ, എല്ല് നമുക്ക് അതിലുള്ള ലെറ്റർ അല്ല. അപ്പോൾ മെയിൻ്റനൻസ് എന്നുള്ളതിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ലെറ്റർ വാക്കാണ് ടെയിൽ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അടുത്ത നോക്കാം നമുക്ക്. ഡയറക്ഷൻ സെൻസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. എ മാൻ വാക്സ് 5 kilometer ഡിസ്റ്റൻസ് സ്ട്രെയിറ്റ് ഫ്രം എ പ്ലേസ് X അപ്പോൾ ആൻഡ് റീച്ച് അനദർ പ്ലേസ് Y ഇൻ ദ വെസ്റ്റേൺ ഡയറക്ഷൻ. At Y, he turns 90 degrees and walks straight towards north to reach place Z, which is 12 kilometers from Y. The distance between X and Z is. X Z തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താ, നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ എ മാൻ വാക്സ് 5 kilometer ഡിസ്റ്റൻസ് സ്ട്രൈറ്റ് ഫ്രം എ പ്ലേസ് X. അപ്പോൾ X എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഒരാൾ സ്ട്രൈറ്റ് ആയിട്ട് യാത്ര തുടങ്ങി. എങ്ങോട്ട്? Y എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക്. ഇൻ ദ വെസ്റ്റേൺ ഡയറക്ഷൻ. വെസ്റ്റേൺ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ഇതാണ് വെസ്റ്റേൺ ഡയറക്ഷൻ അല്ലേ. ഇവിടെ വെസ്റ്റ്, ഇവിടെ ഈസ്റ്റ്, നോർത്ത്, സൗത്ത്. അപ്പോൾ വെസ്റ്റേൺ ഡയറക്ഷനിലേക്ക് വന്നു. ഇവിടെ എത്തി. ഇതാണ് ഏത്? Y. അവിടെ നിന്ന് എന്ത് ചെയ്തു? ഈ ടേൺസ് 90 degrees ആൻഡ് വർക്ക് സ്ട്രേറ്റ് ടുവേർഡ്സ് നോർത്ത്. നോർത്തിലേക്ക് 90 ഡിഗ്രി കറങ്ങി അല്ലേ. അപ്പോൾ ഇയാൾ ഇങ്ങനെയാണ് വന്നത്. 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? മുകളിലേക്ക് വരും. നോർത്തിലേക്ക് പോയി. നോർത്തിലേക്ക് പോയിട്ട് ഇവിടെ എത്തി. അപ്പോൾ ഇതാണ് Z എന്ന് പറഞ്ഞുള്ള സ്ഥലം. അപ്പോൾ ഇയാൾ ആദ്യം എത്ര കിലോമീറ്റർ വന്നു? 5 കിലോമീറ്റർ വന്നു. അതുകൊണ്ട് എത്ര കിലോമീറ്റർ പോയി? 12 kilometers. 12 കിലോമീറ്ററാണ്. വൈയിൽ നിന്ന് 12 കിലോമീറ്റർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ X ആൻഡ് Z ആണ് ചോദിച്ചത്. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും പൈതഗോറസ് തിയറം അല്ലേ. ഇപ്പോൾ ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ്? C² = A² + B² എന്നുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. A² എന്ന് പറഞ്ഞാൽ 5, 5² + 12², 12ന്റെ സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25, 144, 269. 269 എന്ന് പറയുമ്പോൾ എന്താണ്? 13ന്റെ സ്ക്വയറാണ്. 13 ഇവിടുത്തെ ആൻസർ. അപ്പോൾ അത് ഓർത്ത് ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഡയറക്ഷൻ സെൻസ് ടെസ്റ്റിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത് നോക്കാം നമുക്ക്. ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ തന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇവിടെ നമുക്ക് ആ ഡയറക്ഷൻ വായിച്ചു നോക്കാം. 2 statements followed by 2 conclusions are given. Taking the given statements to be true, even if they seem to be at variance from the commonly known facts, read all the conclusions and then decide which of the given following conclusions logically follow from the statements. അപ്പോൾ നമുക്ക് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ലോജിക് ഒന്നും ഇവിടെ ഉപയോഗിക്കേണ്ട. ഇത് മാത്രം വെച്ചിട്ട് നോക്കിയാൽ മതി എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ഓൾ സ്നേക്സ് ആർ റെപ്റ്റൈൽസ്, സം ടൈഗേഴ്സ് ഈറ്റ് ഗ്രാസ്. ഇത് രണ്ടുമാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് നമുക്കൊരു സിലോജിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിൻ്റെ കീഴിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗം കൂടെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതുപോലുള്ള ചെയ്തിട്ടുണ്ട്. ഓൾ ഡാൻസേഴ്സ് ആർ സിംഗേഴ്സ്, അങ്ങനെ ഒരുപാട് മോഡൽ ചോദ്യങ്ങൾ ഇതിൽ വരാറുണ്ട്. അപ്പോൾ ഓൾ സ്നേക്സ് ആർ റെപ്റ്റൈൽസ്. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാറുള്ള നമ്മൾ ഒരു ഡയഗ്രം വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓൾ സ്നേക്സ് ആർ റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ വരയ്ക്കും? സ്നേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു സർക്കിളായിട്ട് വയ്ക്കും. റെപ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വലിയ ഒരു സർക്കിളായിട്ടും വരും. അപ്പോൾ ഓൾ സ്നേക്സ് ആർ റെപ്റ്റൈൽസ്. അപ്പോൾ എല്ലാ പാമ്പുകളും റെപ്റ്റൈൽ സൂരകങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വന്നു. അടുത്തത് എന്താ? സം ടൈഗേഴ്സ് ഈറ്റ് ഗ്രാസ്. കുറച്ച് ടൈഗറുകൾ പുല്ല് തിന്നും. കുറച്ച് ടൈഗറുകൾ. അപ്പോൾ ടൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്.
കുറച്ച് ടൈഗറുകൾ പുല്ല് തിന്നും, കുറച്ച് ടൈഗറുകൾ പുല്ല് തിന്നും അല്ലേ? അപ്പോൾ കുറച്ച് ടൈഗറുകൾ പുല്ല് തിന്നും. ഇനി നമുക്ക് കൺക്ലൂഷൻ നോക്കാം. നോ സ്നേക്ക് ഈസ് എ റെപ്റ്റൈൽ. നോ സ്നേക്ക് ഈസ് എ റെപ്റ്റൈൽ. ഓൾ ടൈഗേഴ്സ് ഈറ്റ് ഗ്രാസ്. അപ്പോൾ ഇതെന്താണ് സംഭവം? ഓൾ സ്നേക്സ് ആർ റെപ്റ്റൈൽസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ സ്നേക്കുകളും റെപ്റ്റൈലാണ്. നോ സ്നേക്ക് ഈസ് എ റെപ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാമ്പും റെപ്റ്റൈൽ അല്ല. അപ്പോൾ അതെന്താണ്? നമ്മുടെ ഈ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ഈ കൺക്ലൂഷൻ തെറ്റാണ്. അടുത്ത് നോക്കാം. ഓൾ ടൈഗേഴ്സ് ഈറ്റ് ഗ്രാസ്. എല്ലാ കടുവകളും പുല്ല് തിന്നുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? കുറച്ച് കടുവകൾ മാത്രമേ പുല്ല് തിന്നുന്നുള്ളൂ. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ആൻസർ വരിക? നൈദർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 2 ഫോളോ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ഏകദേശം ഇതുപോലെ തന്നെ ഒരു ചോദ്യമാണ്. സെയിം ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെയാണ്. സം ബോൾസ് ആർ റെഡ് ഇൻ കളർ, ഓൾ ബോക്സസ് ആർ എംപ്റ്റി. ഇത് രണ്ടുമാണ് സ്റ്റേറ്റ്മെന്റ്സ്. കൺക്ലൂഷൻ നോക്കാം. സം ബോൾസ് ആർ റെഡ് ഇൻ കളർ, സം ബോക്സസ് ആർ നോട്ട് എംപ്റ്റി. അപ്പോൾ നമുക്കൊന്ന് വരച്ചു നോക്കാം എങ്ങനെ വരയ്ക്കാനുള്ളത്. സം ബോൾസ് ആർ റെഡ് ഇൻ കളർ. അപ്പോൾ സം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ്? അവിടെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. സം ബോൾസ് ആർ റെഡ് ഇൻ കളർ. സം ബോൾസ് റെഡ് ഇൻ കളർ. ഓക്കെ. അടുത്ത് ഓൾ ബോക്സസ് ആർ എംപ്റ്റി. ഓൾ ബോക്സസ് ആർ എംപ്റ്റി. ഓൾ ബോക്സസ് ആർ എംപ്റ്റി. അപ്പോൾ അടുത്ത് എന്താ? സം ബോൾസ് ആർ റെഡ് ഇൻ കളർ. സം ബോൾസ് ആർ റെഡ് ഇൻ കളർ. ശരിയാണ് അല്ലേ? കുറച്ച് ബോളുകൾ റെഡ് കളറാണ്. അപ്പോൾ ഇത് ശരിയാണ്. രണ്ടാമത് നോക്കാം. സം ബോക്സസ് ആർ നോട്ട് എംപ്റ്റി. സം ബോക്സസ് ആർ നോട്ട് എംപ്റ്റി അല്ല. ഓൾ ബോക്സസ് ആർ എംപ്റ്റി. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. അപ്പോൾ ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്നുള്ള ഭാഗത്ത് നിന്ന് 5 ഇയർ കേരള ലോ എൻട്രൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പമുള്ള ഒരു 15 ചോദ്യങ്ങളായിരുന്നു. നമുക്ക് ആവശ്യത്തിലധികം സമയം പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതിൽ പ്രയാസകരമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും തന്നെ അങ്ങനെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലോ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി പ്രയാസകരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം വളരെ എളുപ്പമുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലുള്ള ഇതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളും കാര്യങ്ങളെല്ലാം വരാനുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളെ റിസൾട്ട് വരാനുണ്ട്, കാറ്റഗറി ലിസ്റ്റ് വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ പേജിൻ്റെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്ന റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും ഞാൻ അടുത്ത വർഷത്തെ എക്സാം എഴുതണം എന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്ന ആളാണെങ്കിലും ഒരുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന കുറേ കണ്ടൻസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റേജ് നമുക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും പരീക്ഷ നന്നായിട്ട് എഴുതി വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.